അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 7ാം ക്ലാസ്സിലെ അരക്കൊല്ല പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ പാഠം മിനൽ ഖുർആനിൽ കരീം, പരിശുദ്ധമായ ഖുർആനിൽ നിന്ന്. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് മഅറൂഫ് മജ്ഹൂൽ അതെന്താണ്, അതുപോലെ എങ്ങനെയാണ് മഅറൂഫായ ഫീലിനെ മജ്ഹൂലാക്കുക, അതുപോലെ മഫ്ഊൽ ബിഹി എന്താണ്, നായിബ് ഫായിൽ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ പഠിപ്പിക്കുന്നത് മഫ്ഊൽ ബിഹി എന്താണ് എന്ന് തന്നെയാണ്. മഫ്ഊൽ ബിഹി എന്താണെന്ന് ഒരിക്കലും പരീക്ഷയ്ക്ക് ചോദിക്കില്ല, കാരണം അത് കറക്റ്റായിട്ട് എന്താണ് എന്ന് ഇതിൽ പറയുന്നില്ല. എന്നാലും മഫ്ഊൽ ബിഹി മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ടത് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇവിടെയാണ്. അൽ ഫിയലു ഫിയലു നൗആനി, രണ്ട് വിധമാണ് മഅറൂഫുൻ വ മജ്ഹൂലുൻ. മഅറൂഫും മജ്ഹൂലുമുണ്ട്. ഫിയൽ രണ്ട് വിധം, മഅറൂഫ് മജ്ഹൂൽ. എന്താണ് മഅറൂഫ്? ഇദാ ദുക്കിറ മഅൽ ഫിയലി, ഫിയലിൻ്റെ കൂടെ പറയപ്പെട്ടാൽ ഫായിലുഹു, അതിൻ്റെ ഫായിൽ പറയപ്പെട്ടാൽ യുസമ്മ മഅറൂഫൻ, അതിന് മഅറൂഫ് എന്ന് പേര് പറയപ്പെടും. ഉദാഹരണം ലറബ, അടിച്ചു എന്നൊരു ഫിയൽ. അതിനുശേഷം ആര് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് മറുപടി? അടിച്ച ആളെയാണ് പറയുക അല്ലേ. ഫായിൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ച വ്യക്തി. അപ്പോൾ അടി പ്രവർത്തിച്ചത് ആരാ? ഉസ്താദാണെങ്കിൽ ഉസ്താദ്, ഉപ്പയാണെങ്കിൽ ഉപ്പ, അങ്ങനെ ആരാണോ അടിച്ചത് അവരുടെ പേര് പറയും. അടിച്ചു ആര്? ഉപ്പ അല്ലെങ്കിൽ ഉസ്താദ്. അങ്ങനെ പ്രവർത്തിച്ച ആളെ പറയുന്നുണ്ടെങ്കിൽ ആ ഫീലിന് യുസമ്മ പേര് പറയപ്പെടും മഅറൂഫൻ, മഅറൂഫ് എന്ന് പേര് പറയപ്പെടും. അപ്പോൾ അടിച്ചു അറബിയിൽ ലറബ, അത് മഅറൂഫായ ഫീലാണ്. ഇല്ല അങ്ങനെ പറയപ്പെടുന്നില്ലെങ്കിൽ യുസമ്മ മജ്ഹൂലൻ, അതിന് മജ്ഹൂൽ എന്ന് പറയപ്പെടും. അതെപ്പോഴാണ് പറയപ്പെടാതിരിക്കുക? മജ്ഹൂലായ ഫീൽ നോക്കുക. ദുരിബ, അടിക്കപ്പെട്ടു. അടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരെ പറയാം? അടിക്കപ്പെട്ടു ആര്? കുട്ടി അല്ലേ, കുട്ടി അടിക്കപ്പെട്ടത്. അടിച്ച ആളെ പറയുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ മേശയാണ് അടിക്കപ്പെട്ടത്. അപ്പോൾ ആര് അല്ലെങ്കിൽ എന്ത് ചോദിക്കുമ്പോൾ ആ പ്രവർത്തിച്ച ആളെ പറയുകയാണെങ്കിൽ അത് മഅറൂഫായ ഫീൽ. അടിച്ചു ആര്? ഉസ്താദ്. അടിക്കപ്പെട്ടു ആര്? മേശ അടിക്കപ്പെട്ടു. അപ്പോൾ അത് മജ്ഹൂലായ ഫീൽ, അടിക്കപ്പെട്ടു. ദുരിബ, അത് മജ്ഹൂലായ ഫീലാണ്. വ ഇദാ കാനൽ ഫിയലു, ഫിയലായാൽ മജ്ഹൂലൻ, മജ്ഹൂലായാൽ നമ്മൾ പറഞ്ഞു മഅറൂഫായ ഫിയലിന് ഫായിൽ ഉണ്ടാവും ശേഷം, എന്നാൽ മജ്ഹൂലിന് ശേഷം ഫായിൽ പറയില്ല അല്ലേ. അപ്പോൾ ഇനി മജ്ഹൂലായ ഫിയലായാൽ ആ ഫായിലിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? മഫ്ഊലും ബിഹി വരും. ഫിയൽ മജ്ഹൂലായാൽ യുഖാമു മഫ്ഊലും ബിഹി, മഫ്ഊൽ ബിഹിയെ നിർത്തപ്പെടും മർഫൂഅൻ, മർഫൂ ആക്കിയിട്ട്. മഖാമൽ ഫായിലി, ഫായിലിൻ്റെ സ്ഥാനത്ത് നിർത്തപ്പെടും. ഫായിലിൻ്റെ സ്ഥാനത്ത് ആര് വരും? മഫ്ഊൽ ബിഹി വരും. ഫായിലിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഫീലിന് ശേഷം, അഥവാ ആര് എന്ന് ചോദിക്കുമ്പോൾ ആര് വരും? മഫ്ഊൽ ബിഹിയാണ് അവിടെ വരിക. മഫ്ഊൽ ബിഹിക്ക് മൻസൂബാണ് ഉണ്ടാവുക, അത് മാറിയിട്ട് മർഫൂ ആക്കിയിട്ടാണ് അങ്ങോട്ട് വരിക. അതാണ് അവിടെ പറയുന്നത്. അത് ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഉദാഹരണം എന്താ പാഠഭാഗത്ത് നോക്കാം. ഇവിടെ എടുക്കുക. ഇവിടെ അൽ ഫിയലു എന്ന് പറഞ്ഞത് മഅറൂഫായ ഫിയലാണ്. ഇവിടെയുള്ള ഫിയൽ മജ്ഹൂലായ ഫിയലാണ്. കാരണം ഈ ഫീലിന് ശേഷം ഫായിലുണ്ട്, അതുകൊണ്ടത് മഅറൂഫായ ഫിയലാണ്. ഈ ഫീലിന് ശേഷം ഫായിലില്ല അല്ലേ, നായിബ് ഫായിലാണ്, അത് മജ്ഹൂലായ ഫിയലാണ്. അപ്പോൾ ഈ മഅറൂഫായ ഫിയൽ ലറബ, അടിച്ചു. അൽ വലദു, ആൺകുട്ടി അടിച്ചു. എന്തിനെ അല്ലെങ്കിൽ ആരെ അടിച്ചത്? അതാണ് മഫ്ഊൽ ബിഹി. അൽ അഖറബ, തേളിനെ അടിച്ചു. ഈ മഫ്ഊൽ പറഞ്ഞാൽ മഫ്ഊൽ ബിഹി ആണ് കേട്ടോ. അപ്പോൾ ആൺകുട്ടി തേളിനെ അടിച്ചു. ഇനി മഅറൂഫായ ഫിയൽ ലറബ, അടിച്ചു എന്നത് മജ്ഹൂലാവുമ്പോൾ ദുരിബ എന്നായി, അടിക്കപ്പെട്ടു. ഫിയൽ മജ്ഹൂലാവുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? മഫ്ഊൽ ബിഹിയ. മഫ്ഊൽ ബിഹി എന്താ? അഖറബാണ്. അതിനെന്ത് ചെയ്യും? ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരും, മർഫൂ ആക്കിയിട്ട്. ഇവിടെ മൻസൂബാണുള്ളത്. അൽ അഖറബ് അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ് കൊടുത്ത് മൻസൂബാക്കിയിട്ടാണുള്ളത്. എന്നാൽ അൽ അഖറബു എന്ന അവസാനത്തെ അക്ഷരത്തിന് ലൊമ്മ് കൊടുത്ത് മർഫൂ ആക്കിയിട്ട് കൊണ്ടുവരും. ഫായിലിനെ പോലെ ഉണ്ടോ, ഫായിലിന് മർഫൂ അല്ലേ, അവസാനത്തെ അക്ഷരത്തിന് ലൊമ്മല്ലേ, ലൊമ്മ് കൊടുത്ത് മർഫൂ ആക്കിയിട്ടുള്ളത്. അതേപോലെ എന്ത് ചെയ്യും? നായിബ് ഫായിലിനെയും ചെയ്യും. ഫായിലിൻ്റെ സ്ഥാനത്തായതുകൊണ്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ മഫ്ഊൽ ബിഹി എന്താണെന്നും നായിബ് ഫായിൽ എന്താണെന്നും നമുക്ക് മനസ്സിലായി അല്ലേ. ഫിയൽ മജ്ഹൂലായി മാറുമ്പോൾ ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന അതാണ് എന്ത്? മഫ്ഊൽ ബിഹി. മനസ്സിലായല്ലോ. ഫിയൽ മഅറൂഫിലാണ് മഫ്ഊൽ ബിഹി ഉണ്ടാവുക. അപ്പോൾ ഈ ഫിയൽ മഅറൂഫിന് ശേഷം വലതുണ്ട്, അഖറബ് ഉണ്ട്. ഇതിലേതാ മഫ്ഊൽ ബിഹി എന്ന് എങ്ങനെ തിരിച്ചറിയും? ഈ ഫിയൽ മജ്ഹൂലായി വരുമ്പോൾ ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റപ്പെടുന്ന, മർഫൂ ആക്കിയിട്ട് മാറ്റപ്പെടുന്നത് ഏതാണ്? അതാണ് മഫ്ഊൽ ബിഹി. അതുപോലെ നായിബ് ഫായിൽ എന്താ? അത് നമുക്ക് ഇന്ന് മനസ്സിലാവും. ഫിയൽ ഈ മജ്ഹൂലായ ഫിയൽ മഅറൂഫായി മാറുമ്പോൾ അവിടെ മഫ്ഊൽ ബിഹി ആയിട്ട് മാറുന്നത് അല്ലേ. ഇവിടെ ഇതെന്താവും? മഫ്ഊൽ ബിഹി ആയിട്ട് മാറും. ആ മാറുന്നതാണ് ഇവിടെ നായിബ് ഫായിൽ. അതാണ് ഇവിടെ മഫ്ഊൽ ബിഹി എന്നത് മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. എന്നാൽ പാഠഭാഗത്തിലേക്ക് തന്നെ പോവാം. വയുഖാലു ലഹു, അതിന് പേര് പറയപ്പെടും നായിബുൽ ഫായിലി, നായിബ് ഫായിൽ എന്നാണ് അപ്പോൾ അതിൻ്റെ പേര്. വഹുവ, നായിബ് ഫായിൽ മർഫൂൻ, മർഫൂ ആണ്. കൽ ഫായിലി, ഫായിലിനെ പോലെ നായിബ് ഫായിൽ മർഫൂ ആണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ്. വ ഇല്ലം യകുല്ലിൽ ഫിയലി, ഫിയലിനില്ലെങ്കിൽ മഫ്ഊലും ബിഹി, മഫ്ഊൽ ബിഹി ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഹസുന, ഭംഗിയായി. അതിന് മഫ്ഊൽ ബിഹി ഉണ്ടാവുമോ? ആരെ അല്ലെങ്കിൽ എന്തിനെ ചോദിച്ചാൽ മറുപടി ഉണ്ടോ? ഇല്ലല്ലോ. ഭംഗിയാക്കി എന്നാണെങ്കിൽ ആരെ? കുട്ടിയെ. അല്ലെ എന്തിനെ?
വീടിനെ ഭംഗിയാക്കി എന്നൊക്കെ പറയാം. എന്നാൽ ഭംഗിയായി എന്ന് പറയുമ്പോൾ അറബിയിൽ ഹസുന ആരെ എന്തിനെ എന്നില്ല, അഥവാ അതിന് മഫ്ഊൽ ബിഹി ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെ ലാ യുദ്ക്കറുൽ ഫിയലു അങ്ങനത്തെ ഫിയല് പറയപ്പെടൂല ഇല്ലാ മാൽ ഫായിലി ഫായിലിൻ്റെ കൂടെ അല്ലാതെ പറയപ്പെടൂല. ഫായിലിൻ്റെ കൂടെ പറയുന്ന ഫീലിന് എന്താ പറയുക? മഅറൂഫ് അല്ലേ. അപ്പോൾ ഈ ഫിയല് മഅറൂഫായിട്ടല്ലാതെ പറയില്ല, അതിന് മജ്ഹൂലാക്കൂല, മഅറൂഫായി മാത്രമേ പറയുള്ളൂ. അതാണ് അവിടെ പറഞ്ഞത്. വ ഇല്ലം യകുല്ലിൽ ഫിയലി മഫ്ഊലുൻ ബിഹി ലാ യുദ്ക്കറുൽ ഫിയലു ഇല്ലാ മാൽ ഫായിലി. ഫിയലിന് മഫ്ഊൽ ബിഹി ഇല്ലെങ്കിൽ ആ ഫിയൽ ഒരിക്കലും മജ്ഹൂലായ ഫിയലായിട്ട് പറയില്ല, അഥവാ ഫായിലിൻ്റെ കൂടെ അല്ലാതെ പറയില്ല. ഇൻഷാ അല്ലാഹ്. എന്നാൽ അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ തദ്രീബാത്തിൻ്റെ ഭാഗത്തിൽ കൊടുക്കുന്നുണ്ട്. സുആൽ ചോദ്യം, കൈഫ യുജാലുൽ ഫിയലുൽ മഅറൂഫ് മജ്ഹൂലൻ, എങ്ങനെയാണ് മഅറൂഫായ ഫിയൽ മജ്ഹൂലാക്കപ്പെടുന്നത്? എങ്ങനെയാണ് മഅറൂഫ് മജ്ഹൂലാക്കുക? അതിന് രണ്ട് രീതിയുണ്ട്. മാദിയിൽ ഒരു രീതിയുണ്ട്, മുദാരിയിൽ വേറെ രീതിയുണ്ട്. മാദിയിൽ എങ്ങനെയാണ്? ലുമ്മ ഫാ അൽ ഫിയലി ഫാ ഫീലിന് ലമ്മ ചെയ്യപ്പെടണം, വക്സിർ മാ ഖബലൽ ആഖിരി അവസാനത്തിന് മുമ്പുള്ളതിന് നീ കസിർ ചെയ്യ്. ഫിൽ മാദി മാദിയിൽ ഫാ ഫിയൽ എന്ന് പറഞ്ഞാൽ മാദിയിലെ ആദ്യത്തെ അക്ഷരമാണ് ഫാ ഉൽ ഫിയൽ. അപ്പോൾ മാദിയിലെ ആദ്യത്തെ അക്ഷരത്തിന് ലമ്മ ചെയ്യുക, അവസാനത്തതിന് മുമ്പുള്ളതിന് കസിർ ചെയ്യുക. ഉദാഹരണം ഫുഇല, കുതില, ശുരിബ, നുസിറ, സുമിയ, ദുരിബ ഒക്കെ പോലെ ആദ്യത്തെ അക്ഷരത്തിനൊക്കെ ലമ്മാണ്, അവസാനത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിനൊക്കെ കസിറാണ്. അതുകൊണ്ട് ഇതെല്ലാം മജ്ഹൂലായ ഫിയലാണ്. ഒരു മാദിയായ ഫിയലിനെ ഈ രീതിയിൽ ആദ്യം ലമ്മ് അവസാനത്തിന് മുമ്പ് കസിർ അങ്ങനെ കണ്ടാൽ അത് മജ്ഹൂലാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ അല്ലെങ്കിൽ അത് മഅറൂഫാണെന്ന് മനസ്സിലാക്കുക. ഇതിനൊക്കെ മഅറൂഫ് എങ്ങനെ വരിക? ഫഅല മജ്ഹൂൽ ഫുഇല, ഖതല ഖുതില, ശരിബ ശുരിബ, നസറ നുസിറ, സമിയ സുമിയ, ലറബ ലുരിബ. വഫിൽ മുലാരി മുലാരിയായ ഫീൽ എങ്ങനെയാണ്? ഉലുമും ഹർഫൽ മുലാറാത്തി, മുലാറായത്തിൻ്റെ അക്ഷരത്തിന് നീ ലമ്മ് ചെയ്യ്, ഉലുമും നീ ലമ്മ് ചെയ്യ്. ഹർഫൽ മുലാറാത്ത്, മുലാറായത്തിൻ്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ മുലാരിയിലെ ആദ്യത്തെ അക്ഷരത്തിന് ഹർഫുൽ മുലാറാത്ത് എന്നാണ് പറയുക. അപ്പോൾ മുലാരിയിലെ ആദ്യത്തെ അക്ഷരത്തിന് ലമ്മ് ചെയ്യുക, മാദിയിലെ ആദ്യത്തെ അക്ഷരത്തിന് ലമ്മ് ചെയ്യുക, ഒരേപോലെ അല്ലേ. വഫ്തഹ് മാ ഖബലൽ ആഖിരി അവസാനത്തിന് മുമ്പുള്ളതിന് ഫതഹ് ചെയ്യുക. മാദിയിൽ കസിറായിരുന്നു, മുലാരിയിൽ ഫതഹാണ്, അതാണ് മാറ്റം. ഉദാഹരണം യുഫ്തഹു, യുജാലു, യുദ്കറു, യുക്രമു, യുഹ്റമു പോലെ ആദ്യം ലമ്മ് അവസാനത്തിന് മുമ്പ് ഫതഹ്, ഇങ്ങനെയാണല്ലോ എല്ലാം ഉള്ളത്. അപ്പോൾ ഒരു മുലാരിയ ഫീൽ രീതിയിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാതെ മജ്ഹൂലാണ്. ഇതിൻ്റെയൊക്കെ മഅറൂഫ് എങ്ങനെ ഉണ്ടാവുക? യഫ്തഹു മജ്ഹൂൽ യുഫ്തഹു, യജാലു യുജാലു, യദ്കുറു യുദ്കറു, യക്റുമു യുക്റമു, യഹ്റുമു യുഹ്റമു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് അൽ ഫിയലു നൗആനി മുതൽ ഇവിടെ കൽ ഫായിലി വരെ, അതുപോലെ വൈലം യകുല്ലിൽ ഫിയലി മുതൽ ഇവിടെ വരെ. അതുപോലെ ഈ ബൈത്ത് കാണാതെ പഠിക്കേണ്ടതാണ്, കാരണം അത് പരീക്ഷയ്ക്ക് ഏതെങ്കിലുമൊക്കെ ബൈത്ത് പൂരിപ്പിക്കാനുണ്ടാവും, അതുകൊണ്ട് അത് കാണാതെ പഠിക്കുക. അതുപോലെ പിന്നെ ഇവിടെയുള്ള ഈ കാര്യങ്ങൾ മാദിയിലും മുദാരിയിലും എങ്ങനെയാണ് മഅറൂഫായ ഫീലിനെ മജ്ഹൂലാക്കുക എന്നുള്ളത് ഈ ഒരു ഭാഗം അതുപോലെ കാണാതെ പഠിക്കുക ഇൻഷാ അല്ലാഹ്. എന്നാൽ നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കിടക്കാം. അടുത്ത പാഠം പഠിക്കുന്നത് മഫ്ഊല് ഫീഹി ആണ്. മഫ്ഊല് ഫീഹി എന്ന് പറഞ്ഞാൽ എന്താണ്? വൽ മഫ്ഊലു ഫീഹി, മഫ്ഊല് ഫീഹി ആകുന്നത് ഇസ്മുൻ ഒരു ഇസ്മാണ്, യദുല്ലു അത് അറിയിക്കുന്നു, അലാ സമാനി വുഖൂഇൽ ഫിഅലി ഔ മക്കാനിഹി, ഒരു പ്രവൃത്തി സംഭവിച്ച സമയത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ മേൽ അറിയിക്കുന്ന ഇസ്മാണ് മഫ്ഊല് ഫീഹി. ഇസ്മുൻ ഒരു ഇസ്മാണ്, യദുല്ലു ആ ഇസ്മ അറിയിക്കുന്നു, അലാ സമാനി വുഖൂഇൽ ഫിഅലി പ്രവൃത്തി സംഭവിച്ച സമയത്തിൻ്റെ മേൽ അറിയിക്കുന്നു, ഔ മക്കാനിഹി അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലത്തിൻ്റെ മേൽ അറിയിക്കുന്നു. ഉദാഹരണം ഈ പാഠഭാഗത്ത് നോക്കാം. റഹൽത്തു ഞാൻ യാത്ര പോയി, ഇല ബഗ്ദാദ ബഗ്ദാദിലേക്ക് പോയി. അപ്പോൾ ബുക്രത്ത് യൗമിൽ ഖമീസ് വ്യാഴാഴ്ച രാവിലെ നേരത്തെ. അപ്പോൾ എപ്പോഴാണ് പോയത്? രാവിലെ നേരത്തെ അല്ലേ, ബുക്രത്ത്. അതുപോലെ ദഖൽത്തു ഞാൻ പ്രവേശിച്ചു, ലൈലത്തെ സബത്ത് പ്രവേശിച്ചത് എപ്പോഴാണ്? ശനിയാഴ്ച രാത്രി. അപ്പോൾ രാത്രിയാണ് പ്രവേശിച്ചത്. ആ ലൈലത്ത് എന്നത് മഫ്ഊൽ ഫീഹിയാണ്. അതുപോലെ മഷയ്ത്തു ഞാൻ നടന്നു, ഖൽഫ അഹി സഹോദരൻ്റെ പിന്നിൽ. അപ്പോൾ നടന്ന സ്ഥലമാണ് ഖൽഫ് പിന്നിൽ. ജലസ്തു ഞാൻ ഇരുന്നു, ഇന്ദ അഹി സഹോദരൻ്റെ അടുത്ത്, ഇരുന്ന സ്ഥലമാണ് ഇന്ദ. അപ്പോൾ പ്രവൃത്തി ചെയ്ത സമയമോ അല്ലെങ്കിൽ സ്ഥലമോ അറിയിക്കുന്ന വാക്കാണെങ്കിൽ അത് മഫ്ഊല് ഫീഹിയാണ്. വയുസമ്മ അതിന് പേര് പറയപ്പെടും ലർഫൻ, മഫ്ഊല് ഫീഹിക്ക് ലർഫ് എന്നും പേരുണ്ട്. വഹുവ ലർഫ് അഥവാ മഫ്ഊല് ഫീഹി നൗആനി രണ്ട് വിധമാണ്. ലർഫു സമാനിൻ വ ലർഫു മക്കാനിൻ, ലർഫ് സമാനും ലർഫ് മക്കാനുമാണ്. അതെന്താണ് ലർഫ് സമാൻ പറഞ്ഞാൽ? ഈസിയാണ്. പ്രവൃത്തി സംഭവിച്ച സമയത്തിൻ്റെ മേൽ അറിയിക്കുന്നത് ലർഫ് സമാന്, സ്ഥലത്തിൻ്റെ മേൽ അറിയിക്കുന്നത് ലർഫ് മക്കാന്, അത്രയേ ഉള്ളൂ. അപ്പോൾ ലർഫു സമാനി, അപ്പോൾ ലർഫു സമാനും മിസ്ലു ഏതുപോലെയാണ്? ബുക്രത്ത് ലൈലത്ത് യൗമ് പോലെയാണ്. ബുക്രത്ത് രാവിലെ നേരത്തെ, ലൈലത്ത് രാത്രി, യൗമ് പകലിൽ, അതൊക്കെ പോലെയാണ്. അപ്പോൾ ലർഫുൽ മക്കാന് മിസ്ലു ഏതുപോലെയാണ്? ഇന്ദ ഖൽഫ പോലെ, ഇന്ദ അടുത്ത്, ഖൽഫ പിന്നിൽ, ഇതുപോലെയൊക്കെയാണ് അതുണ്ടാവുക. വ തിൽക്കൽ കലിമാത്തു ഈ കലിമത്തുകളെല്ലാം കുല്ലുഹ എല്ലാം മൻസൂബത്തുൻ മൻസൂബാണ്.
നമ്മൾ നേരത്തെ മഫൂല് ബിഹി മൻസൂബാണെന്ന് പറഞ്ഞല്ലോ, അതുപോലെ മഫൂല് ഫീഹിയും മൻസൂബാണ്. എന്താണ് ഇതൊക്കെ മൻസൂബാവാൻ കാരണം? അലാന്നഹു മഫൂലുൻ ഫീഹി, അതൊക്കെ മഫൂല് ഫീഹിയാണ് എന്നതാണ് കാരണം. മഫൂല് ഫീഹിയാണ് എന്ന കാരണം കൊണ്ട് അതൊക്കെ മൻസൂബാണ്. നമ്മൾ മനസ്സിലാക്കിയ എല്ലാ മഫൂലുകളും മൻസൂബാണ്. മഫൂല് ബിഹി മഫൂല് ഫീഹി മാത്രമല്ല, നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ മഫൂലുകളും മൻസൂബാണ്. വൽ ആമിലു ഫീഹ, അതിലെ ആമിൽ അൽ ഫിഅലു ലദി ഖബ്ലഹ, അതിൻ്റെ മുമ്പുള്ള ഫിഅലാണ്. അപ്പോൾ മഫൂല് ഫീഹി മൻസൂബാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിനൊരു ആമിൽ ഉണ്ടാകും. എന്താണ് ഈ ആമിൽ? ഈ മഫൂല് ഫീഹിക്ക് മൻസൂബ് വരാനുള്ള കാരണക്കാരൻ, അതിന് പറയുന്ന പേരാണ് ആമിൽ. ഇറാബ് വരാനുള്ള കാരണക്കാരൻ. ഇറാബ് പറഞ്ഞാൽ നസ്ബ്, ജറ്, റഫ്, ജസ്മ് ഇങ്ങനെയുള്ള ഇറാബുകൾ. മഫൂല് ഫീഹിക്ക് എല്ലാ മഫൂലിനും മൻസൂബാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനുള്ളൊരു ആമിൽ, കാരണക്കാരൻ ആരാണ്? നമുക്കറിയാം ഒരു വാക്ക് അത് മഫൂല് ഫീഹി ആയി മാറാനും മഫൂല് ബിഹി ആയി മാറാനൊക്കെ കാരണം എന്താണ്? അതിന് മുമ്പൊരു ഫിഅല് വന്നതാണ്. അപ്പോൾ ലറബൽ വലതു പറഞ്ഞാൽ കുട്ടി അടിച്ചു എന്നാണ്. അതുപോലെ ലറബൽ ഉസ്താദ് അൽ വലദ, കുട്ടിയെ അടിച്ചു എന്നാണ്. അപ്പോൾ ആദ്യം അൽ വലതു എന്നത് ഫായിലായി, കാരണം എന്താ? അതിന് മുമ്പൊരു ഫീല് വന്നു, ആ ഫീലിൻ്റെ ഫായിലായി. പിന്നെ ലറബൽ ഉസ്താദ് അൽ വലദ, ഉസ്താദ് കുട്ടിയെ അടിച്ചു എന്ന് പറയാൻ കാരണം അവിടെ ഫീല് വന്നു, ഫായില് വന്നു. പിന്നെ അടുത്തതായിട്ട് മഫൂല് ബിഹി ആയിട്ടാണ് ആ അൽ വലദ എന്നത് വരുന്നത്. ആ ഫിഅലിൻ്റെ മഫൂല് ബിഹിയാണ്. അപ്പോൾ ഫിഅലിൻ്റെ ഫായിലും നായിബ് ഫായിലും മഫൂല് ബിഹിയും മഫൂല് ഫിഹിയൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഫിഅലാണ് അതിൻ്റെ ആമിലായിട്ട് വരിക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫായില്, നായിബ് ഫായില്, അതുപോലെ എല്ലാ മഫൂലുകൾ എല്ലാത്തിൻ്റെയും, ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും ആമിൽ എന്താണ്? അൽ ഫിഅലുല്ലദി ഖബ്ലഹ, അതിന് മുമ്പുള്ളതായ ഫിഅലാണ്. അടുത്ത പേജിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ലർഫ് സമാനും ലർഫ് മക്കാനും തന്നിട്ടുണ്ട്. സ്വബാഹൻ രാവിലെ, ലുഹ്റൻ ഉച്ച സമയത്ത്, മസാഅൻ വൈകുന്നേരം, ലൈലൻ രാത്രിയിൽ, യൗമൻ പകലിൽ, ഷഹ്റൻ മാസത്തിൽ ഒരു മാസം, തഹത്ത താഴെ, ഫൗക മുകളിൽ, ഇന്ദ അടുത്ത്, വറാ പിന്നിൽ, ഷർക്കൻ കിഴക്ക് ഭാഗത്ത്, ഗർബൻ പടിഞ്ഞാറ്. അപ്പോൾ ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നോക്കാനുള്ളത്, കാണാതെ പഠിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ് വൽ മഫ്ഊലു ഫീഹി മുതൽ ഇതുവരെയുള്ള ഭാഗങ്ങൾ, അതുപോലെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, ആമിൽ അതിനു മുമ്പുള്ള ഫിഅലാണ് മഫ്ഊലിൻ്റെ, അതുപോലെ മഫ്ഊലുകളൊക്കെ മൻസൂബാണ്. എന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോവാം. അടുത്ത പാഠം സജദ്ന ശുക്രലില്ലാഹി. ഈ പാഠത്തിൽ പറയുന്നത് മഫ്ഊല് ലഹു ആണ്. എന്താണ് മഫ്ഊല് ലഹു? അൽ മഫ്ഊല് ലഹു, മഫ്ഊല് ലഹു എന്ന് പറയുന്നത് ഫൽ മഫ്ഊല് ലഹു മസ്ദറുൻ, ഒരു മസ്ദറാണ്. ഇങ്ങനത്തെ മസ്ദർ യുബയ്യിനു, അത് വ്യക്തമാക്കുന്നു, സബബ വുഖൂഇൽ ഫിഅലില്ലദി ഖബ്ലഹു, അതിനു മുമ്പ് പറഞ്ഞതായ പ്രവൃത്തി സംഭവിക്കാനുള്ള കാരണത്തെ വ്യക്തമാക്കുന്നു. അങ്ങനെ വ്യക്തമാക്കുന്ന മസ്ദറാണ് മഫ്ഊല് ലഹു. എന്താണ് മസ്ദർ? മസ്ദർ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുടെ പേരുകളാണ് മസ്ദർ. ഉദാഹരണം, ഞാൻ മേശയെ അടിച്ചു. അപ്പോൾ എന്താ ചെയ്തത്? അടിക്കുകയാണ് ചെയ്തത് അല്ലേ. അടിക്കൽ, അടി, അതാണ് ഇപ്പോൾ ഉണ്ടായ പ്രവൃത്തി. അപ്പോൾ പ്രവൃത്തിൻ്റെ പേരിന് അടി എന്ന വാക്ക് അതൊരു മസ്ദറാണ്, അത് ഇസ്മാണ്. അതെപ്പോഴാണ് ഫിഅലാവുന്നത്? അടിച്ചു എന്ന് പറയുമ്പോൾ, അടി ചെയ്ത് കഴിഞ്ഞു എന്നർത്ഥം വരുമ്പോൾ മാദിയായ ഫിഅലായി. അടിക്കുന്നു അല്ലെങ്കിൽ അടിക്കും, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിന്നെ ചെയ്യും, ഈ അർത്ഥം വരുമ്പോൾ മുദാരിയായ ഫിഅലായി. അല്ലാതെ വെറും അടി എന്ന് പറയുന്നത് അത് ഫിഅലല്ല, അതൊരു ഇസ്മാണ്, ആ പ്രവൃത്തിയുടെ പേരാണ്. ഓക്കെ, അങ്ങനെ പ്രവൃത്തിൻ്റെ പേരുകളാണ് മസ്ദർ. അങ്ങനെയുള്ള വാക്കുകളാണ് മഫ്ഊല് ലഹു ആയിട്ട് വരുള്ളൂ. അതുകൊണ്ടാണ് മസ്ദറുൻ എന്ന് പറഞ്ഞത്. മസ്ദറാണെന്ന് മാത്രമല്ല, എന്താണ് അത് ചെയ്യുന്നത്? യുബയ്യിനു, അത് വ്യക്തമാക്കുന്നു, സബബ വുഖൂഇൽ ഫിഅലില്ലദി ഖബ്ലഹു, അതിന് മുമ്പുള്ള പ്രവൃത്തി സംഭവിക്കാനുള്ള കാരണത്തെ വ്യക്തമാക്കുന്നു. ലറബൽ വാലിദു, ഉപ്പ അടിച്ചു, വലദഹു, തൻ്റെ മകനെ, തഅദീബൻ, അദബ് പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അടിക്കാനുള്ള കാരണമാണ് അദബ് പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ തഅദീബൻ എന്നത് ലറബ എന്നതിൻ്റെ മഫ്ഊല് ലഹു ആണ്. ഹറബ സായിറു, സന്ദർശകൻ ഓടി, മിനൽ ഗാബത്തി, കാട്ടിൽ നിന്ന്, ഖൗഫൻ മിനൽ വഹൂഷി, വന്യമൃഗത്തെ പേടിച്ചതുകൊണ്ട്. അപ്പോൾ ഈ പേടിയാണ്, ഖൗഫാണ് ഓടാനുള്ള കാരണം. അപ്പോൾ ഖൗഫൻ എന്നത് ഹറബയുടെ മഫ്ഊല് ലഹു ആണ്. ഈ രീതിയിലാണ് മഫ്ഊല് ലഹു വരുന്നത്. ഇൻഷാ അല്ലാഹ് എന്നാൽ നമുക്ക് അടുത്ത പാഠം നോക്കാം. സ്വല്ലൈതു റക്അത്തൈനി. ഈ പാഠത്തിൽ പഠിക്കുന്നത് മഫ്ഊല് മുത്ലഖാണ്. ഏറ്റവും ലാസ്റ്റത്തെ നമ്മൾ പഠിക്കുന്ന മഫ്ഊലാണ് മഫ്ഊല് മുത്ലഖ്. എന്താണ് മഫ്ഊല് മുത്ലഖ്? വൽ മഫ്ഊലുൽ മുത്ലഖു, മഫ്ഊല് മുത്ലഖ് എന്നാൽ ഇവിടെ പറയുന്നുണ്ട് മസ്ദറുൻ, മസ്ദറാണ്. മഫ്ഊല് മുത്ലഖു മസ്ദറുകളെ വരുള്ളൂ. ഓക്കെ, ഇങ്ങനത്തെ മസ്ദറാണ്. ദുക്കിറ ബഅദ ഫിഅലിഹി, അതിൻ്റെ തന്നെ ഫിഅലിന് ശേഷം പറയപ്പെട്ടു. ദുക്കിറ, ആ മസ്ദർ പറയപ്പെട്ടു എവിടെ? ബഅദ ഫിഅലിഹി, അതിൻ്റെ ഫിഅലിന് ശേഷം. നമ്മൾ പറഞ്ഞു മസ്ദറാണ് ഒരു പ്രവൃത്തിൻ്റെ പേരാണല്ലേ. അപ്പോൾ അടി മസ്ദറാണ്, അതിൻ്റെ ഫിഅൽ എന്താ? അത് മാദിയും മുളാരിയൊക്കെ ആക്കൽ എങ്ങനെ? അടിച്ചു, അടിക്കുന്നു, അടിക്കും, അല്ലെങ്കിൽ അമ്രാവുമ്പോൾ നീ അടിക്ക്, നെഹിയാവുമ്പോൾ നീ അടിക്കരുത്, ഇതൊക്കെ അതിൻ്റെ ഫിഅലല്ലേ, ആ മസ്ദറിൽ നിന്നുള്ള ഫിഅലാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ തന്നെ ഫിഅലിന് ശേഷം വന്ന മസ്ദറാണെങ്കിൽ ആ മസ്ദർ മഫ്ഊല് മുത്ലഖാണ്. ഉദാഹരണം പാഠഭാഗത്ത് നമുക്ക് നോക്കാം.
സിർത്തു ഞാൻ നടന്നു, സൈറൻ ഒരു നടത്തം, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്. സൈറൻ എന്ന് പറഞ്ഞാൽ നടത്തം, സിർത്തു ഞാൻ നടന്നു. കണ്ടോ, നടത്തം എന്നതിൽ നിന്നുള്ള ഫീലല്ലേ നടന്നു. അപ്പോൾ അങ്ങനെ അതിൽ നിന്നുള്ള തന്നെ ഫീലിന് ശേഷം, അതിൻ്റെ തന്നെ ഫീലിന് ശേഷം വന്ന മസ്ദറാണ് മഫ്ഊല് മുത്ലഖ്. അത്രയേ ഉള്ളൂ അതിൽ മനസ്സിലാക്കാൻ. ഇനി മഫ്ഊല് മുത്ലഖ് പറയുന്നത് 3 കാരണങ്ങൾക്ക് വേണ്ടിയാണ്. എന്തൊക്കെയാണ്? ലി ബയാനി നൗഇൽ ഫിഅലി ഔ ലി തൗക്കീദിൽ ഫിഅലി ഔ ലി ബയാനി അദദിഹി. അപ്പോൾ മഫ്ഊല് മുത്ലഖ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഫുള്ള് എഴുതണം. വൽ മഫ്ഊലുൽ മുത്ലഖു മസ്ദറുൻ ദുകിറ ബഅദ ഫിഅലിഹി ലി ബയാനി നൗഇൽ ഫിഅലി ഔ ലി തൗക്കീദിൽ ഫിഅലി ഔ ലി ബയാനി അദദിഹി. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ ഭാഗം കാണാതെ പഠിക്കുക. അതേപോലെ മഫ്ഊൽ മുത്ലഖ് എത്ര വിധമാണെന്ന് ചോദിക്കുമ്പോൾ 3 വിധമാണ്. 1 ലി ബയാനി നൗഇൽ ഫിഅലിയാണ്, 2 ഔ ലി തൗക്കീദിൽ ഫിഅലിയാണ്, 3 ഔ ലി ബയാനി അദദിഹിയാണ്. മഫ്ഊൽ ഫീഹി എന്തിനാണ് പറയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ലി ബയാനി നൗഇൽ ഫിഅലി ഔ ലി തൗക്കീദിൽ ഫിഅലി ഔ ലി ബയാനി അദദിഹി ഇങ്ങനെയാണ്. അപ്പോൾ പല രീതിയിലുള്ള ചോദ്യം ഇവിടുന്ന് വരാം. അപ്പോൾ എന്താണ് ലി ബയാനി നൗഇൽ ഫിഅലി? പ്രവൃത്തിയുടെ ഇനം വ്യക്തമാക്കാൻ വേണ്ടി. ഉദാഹരണത മിസാലുൽ അവൽ, ലാ തഖൂദ് നീ ഇരിക്കരുത്, ഖൂദൽ കൽബി നായയുടെ ഇരുത്തം ഇരിക്കരുത്. ഇവിടെ ലാ തഖൂദ് നീ ഇരിക്കരുത്, അതിൻ്റെ മസ്ദറാണ് ഇരുത്തം, ഖൂദ് അല്ലേ. അപ്പോൾ ഈ ഖൂദിൻ്റെ തന്നെ ഫീലിന് ശേഷമാണ് ഈ ഖൂദ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് മഫ്ഊൽ മുത്ലഖാണ്. എന്തിനാ ഇപ്പോൾ വീണ്ടും പറഞ്ഞത്? ലാ തഖൂദ് നീ ഇരിക്കരുതെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഇരുത്തം എന്നത് വന്നല്ലോ. പിന്നെ എന്തിനു പറഞ്ഞു? ഏതിരുത്താണ്? ഖൂദൽ കൽബൻ, നായൻ്റെ ഇരുത്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് ഇനം പ്രവൃത്തി, ഏത് ടൈപ്പ് ഓഫ് പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, എന്ന് വിവരിക്കാൻ വേണ്ടി ലി ബയാനി നൗഇൽ ഫിഅലി, പ്രവൃത്തിയുടെ ഇനം വ്യക്തമാക്കാൻ വേണ്ടിയുള്ളതാണ് ഒരു ഇനം. രണ്ടാമത്തെ ഇനം എന്താണ്? ലി തൗക്കീദിൽ ഫിഅലി, പ്രവൃത്തിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആ പ്രവൃത്തിക്ക് ഒന്നുകൂടി, ആ പറഞ്ഞതിനൊന്നുകൂടി ഒരു ഗൗരവം, ഒരു ശക്തി, ബലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണം ലറബ്തുഹു, ഞാൻ അതിനെ അടിച്ചു, ലർബൻ അടി അടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ഒരടി അങ്ങോട്ട് അടിച്ചു, വല്ലാത്തൊരടി അടിച്ചു. ഒരു എന്ന എണ്ണമല്ല, ഭയങ്കരം അടി. ലറബ്തുഹു ഞാൻ അതിനടിച്ചു, ലർബൻ അടി. അപ്പോൾ ലറബ്തുഹു ഞാൻ അടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അടി അട വന്നു. വീണ്ടും ലർബൻ അടി എന്ന് പറയാം. അതെന്തിനുള്ളതാണ്? തൗക്കീദിന് വേണ്ടിയുള്ളതാണ്. ഭയങ്കര അടിയാണ് എന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ അത് ലി തൗക്കീദിൽ ഫിഅലിയാണ്, പ്രവൃത്തിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ഔലി ബയാനി അദദിഹി, മൂന്നാമത്തെ ഇനം അതിൻ്റെ എണ്ണം വ്യക്തമാക്കാനുള്ളതാണ്. ഉദാഹരണം സജത്തു ഞാൻ സുജൂദ് ചെയ്തു, സജിദത്തൈനി 2 സുജൂദ് ചെയ്തു. സജത്തു ഞാൻ സുജൂദ് ചെയ്തു എന്ന് പറയുന്നതിൽ തന്നെ ഇവിടെ സജിദത്ത് സുജൂദ് ഉണ്ട് അല്ലേ. എന്നാൽ വീണ്ടും സജിദത്തൈനി 2 സുജൂദ് എന്ന് പറയാം. അത് ആ എണ്ണം അവിടെ പറയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും അത് കൊണ്ടുവന്നത്. അപ്പോൾ മൂന്നാമത്തത് ലി ബയാനി അദദിൽ ഫിഅലിയാണ്. അതിനിവിടെ വേറൊരു ഉദാഹരണം കൂടി ഉണ്ട്. ലറബ്തുഹ ഞാൻ അതിനെ അടിച്ചു, കൊതുകിനെ അടിച്ചു, ലർബത്തൻ ഒരു അടി. ഇതൊരു അടി പറഞ്ഞാൽ ഭയങ്കര അടി എന്നതല്ല. ലൊർബത്ത് എന്ന് പറഞ്ഞാൽ ഒരു എണ്ണം, ഒരു അടി എന്നർത്ഥം കിട്ടും. ലൊർബൻ എന്ന് പറഞ്ഞാൽ അടി എന്നുള്ളൂ. ലൊറബത്തു ഞാൻ അടിച്ചു, ലൊർബൻ ഭയങ്കര ഒരടി, വല്ലാത്തൊരടി അടിച്ചു എന്നതാണ് അപ്പോൾ വരിക. എന്നാൽ ഇതാ ഇവിടെ ഉള്ളതുപോലെ ലൊറബത്തുഹു ലൊർബൻ. ലൊർബൻ എന്ന മസ്ദറിൽ ഈ താ കൊടുക്കും, മറത്തിൻ്റെ താ എന്ന് പറയും. ഒരു എന്ന എണ്ണം വരാൻ വേണ്ടിയിട്ട്. ഓൾറെഡി താ ഇല്ലാത്തൊരു വാക്കാണെങ്കിൽ അതിലിങ്ങനെ താ കൊടുത്തിട്ട് ഒരു എന്ന എണ്ണം വരാൻ വേണ്ടി ചെയ്യും. അങ്ങനെ ചെയ്തതാണ് ലൊർബത്ത്. അപ്പോൾ അവിടെ എണ്ണം വ്യക്തമാക്കാനുള്ളതാണ്. ഞാനതിനെ ഒരു അടി അടിച്ചു, ഒറ്റ അടി അടിച്ചിട്ടുള്ളൂ കൊതുകിനെ. ഓക്കെ, അങ്ങനെ 3 കാരണത്തിന് വേണ്ടിയാണ് വരുന്നത്. പ്രവൃത്തിയുടെ ഇനം വ്യക്തമാക്കാൻ, പ്രവൃത്തിയെ ശക്തിപ്പെടുത്താൻ, അല്ലെങ്കിൽ പ്രവൃത്തിയുടെ എണ്ണം വ്യക്തമാക്കാൻ. നമുക്ക് മനസ്സിലാക്കുക, അവിടെ ഏത് തരം പ്രവൃത്തിയാണെന്ന് പറയുന്നില്ല, എത്ര എണ്ണമെന്നും പറയുന്നില്ല. ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? അത് തൗക്കീദിൽ ഫീൽ ആയിരിക്കും, പ്രവൃത്തിയെ ശക്തിപ്പെടുത്താനായിരിക്കും. ഈ രീതിയിൽ നമുക്കിത് 3ഉം മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. എന്നാലും നമുക്ക് ഇനി പഠിക്കാനുള്ളത് മക്കത്തു വൽ മദീനത്തു, മക്കയും മദീനയും. ഇതിലെന്താ പഠിക്കാനുള്ളത്? അത്തുഫാണ് ഇവിടെ പഠിക്കുന്നത്. അത്തുഫ് എന്ന് പറഞ്ഞാൽ പരസ്പരം കൂട്ടി യോജിപ്പിക്കുക, കൂട്ടുക. മക്കയെ പറഞ്ഞു, അതിനോട് എന്തിനെ കൂടി കൂട്ടി? മദീനയും കൂട്ടി അല്ലേ. അപ്പോൾ ഞാൻ പോയി, മക്കയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ മക്ക മാത്രമല്ല വൽ മദീനത്തു, മദീനയിലേക്കും പോയി അല്ലേ. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് മറ്റൊന്നിനെ കൂടി കൂട്ടുന്നതിനാണ് അത്തുഫ് എന്ന് പറയാം. അങ്ങനെ അത്തുഫ് ചെയ്യാൻ അറബിയിൽ എത്ര വാക്കുകളുണ്ട്? 10 വാക്കുകൾ, 10 അക്ഷരങ്ങളുണ്ട്. ഹുറൂഫുൽ അത്തുഫി, അത്തുഫിൻ്റെ അക്ഷരങ്ങൾ എത്രയാകുന്നു? അഷറത്തുൻ, 10 ആകുന്നു. ഔ ബൽ ഹത്ത ഫാഉൻ വാവുൻ ലാക്കിൻ സുമ്മ അം ഇമ്മാല. ഈ 10 അക്ഷരങ്ങളാണ് അത്തുഫിൻ്റെ അക്ഷരങ്ങൾ. അത് കാണാതെ പഠിക്കുക. ഈ ഓരോന്നിൻ്റെയും അർത്ഥം നമുക്ക് അറിയണം. അത് ഓരോന്നിനെയും അർത്ഥം സെപ്പറേറ്റ് പഠിക്കാൻ കഴിയില്ല. അത് ഉദാഹരണ സഹിതം പഠിക്കാൻ കഴിയുള്ളൂ. ഉദാഹരണത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അർത്ഥം പഠിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പാഠഭാഗത്ത് നമുക്ക് താഴെ തിദിരിവാത്തിൻ്റെ ഭാഗത്ത് തരുന്നുണ്ട് 10 ഉദാഹരണങ്ങൾ. ഈ 10 ഉദാഹരണത്തിലും ഓരോന്നിലും ഓരോ അത്തുഫിൻ്റെ അക്ഷരമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ 10 ഉദാഹരണങ്ങൾ അർത്ഥസഹിതം കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ
ഇതിൻ്റെ എല്ലാം അർത്ഥം നമുക്ക് കിട്ടും. അത് എങ്ങനെയാണ് ഉപയോഗിക്കുക, എപ്പോഴാണ് ഉപയോഗിക്കുക, അതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പരീക്ഷയിൽ ഉണ്ടാകും യോജിച്ച അത്ഫിൻ്റെ അക്ഷരം, ഹറൂഫുൽ അത്ഫ് തിരഞ്ഞെടുക്കാനുണ്ടാവും. അവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും ഇൻഷാ അല്ലാഹ്. എന്നാൽ അതിനു മുമ്പ് ഇവിടെ കുറച്ച് കാര്യങ്ങളൂടി ഉണ്ട്. ഈ 10 അക്ഷരം കാണാതെ പഠിക്കുക. അതോടൊപ്പം വയുസമ്മ ഹാദിഹിൽ ഹറൂഫു, ഈ ഹർഫുകൾക്ക് പേര് പറയപ്പെടും ആത്തിഫ് എന്നാ പറയാം. അതായത് ഈ അക്ഷരങ്ങൾ എന്താണ്, ഹറൂഫുൽ അത്ഫാണ്. പക്ഷേ നമ്മൾ ജുംലയിൽ ഉപയോഗിക്കുമ്പോൾ, അപ്പോൾ നേരത്തെ മക്കത്തു വൽ മദീനത്തു എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ നമ്മളത് സെൻറ്റൻസിൽ അത് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ പേര് ആത്തിഫാണ്. വമാ കബലഹ, അങ്ങനെ സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ അതിന് മുമ്പുള്ള വാക്കുണ്ടാവുമല്ലോ, വമാ കബലഹ, അത് മഅതൂഫൻ അലൈഹി, അതിന് മഅതൂഫ് അലൈഹി എന്ന് പറയാം. മക്കത്തു വൽ മദീനത്തു എന്ന് പറയുമ്പോൾ ആ വാവ് ആത്തിഫ്, ആദ്യം പറഞ്ഞ മക്കത്തു എന്നുള്ളത് മഅതൂഫൻ അലൈഹി. വമാ ബഅദഹ, അതിന് ശേഷമുള്ളത്, ആത്തിഫിന് ശേഷമുള്ളത് അഥവാ വാവിന് ശേഷമുള്ളത് മദീനത്തു എന്നുള്ളത് അത് മഅതൂഫാണ്. ഓക്കെ, ഇനി എന്താണ് ഇതിൽ നമ്മൾ പഠിക്കുന്ന നിയമം? വൽ മഅതൂഫും മഅതൂഫ് യത്ബഉ, അത് പിൻപറ്റും, വൽ മഅതൂഫ് അലൈഹി, മഅതൂഫ് അലൈഹിയെ പിൻപറ്റും, ഫിൽ ഇറാബി, ഇറാബിൽ പിൻപറ്റും. എന്ന് പറഞ്ഞാൽ മക്കത്തു എന്നുള്ളതിൻ്റെ ഇറാബ് എന്താണോ അത് തന്നെ മദീനത്തു എന്നുള്ളതിന് വരണം. മദീനത്തു എന്ന വാക്ക് അഥവാ മഅതൂഫ്, അതാണല്ലോ മദീനത്തു, ശേഷമുള്ളത് അല്ലേ, വാവിന് ശേഷമുള്ളത്. അത് വാവിന് മുമ്പുള്ള മഅതൂഫ് അലൈഹിയോട് മക്കത്തു എന്നതിനോട് ഇറാബിൽ പിൻപറ്റും, ഇറാബിൽ പിൻപറ്റും. അത് നിർബന്ധമാണ്. മക്കത്തു എന്ന് പറഞ്ഞാൽ വൽ മദീനത്തു എന്ന് പറയണം. മക്കത്ത എന്ന് പറഞ്ഞാൽ വൽ മദീനത്ത എന്നാണ് പറയേണ്ടത്. മക്കത്തി എന്ന് പറഞ്ഞാൽ വൽ മദീനത്തി എന്നാണ് വരേണ്ടത്. ഇതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് ഈ ബൈത്ത് കാണാതെ പഠിക്കുക. ഈ ബൈത്ത് പഠിച്ചാലുള്ള മെച്ചം, ഈ ബൈത്തിലുണ്ട് 10 അത്ഫിൻ്റെ അക്ഷരങ്ങളും. ഹറൂഫ് അത്ഫിൻ ഔ, വബൽ, ഹത്ത, ഫ, വാവുൻ, ലാക്കിൻ, സുമ്മ, അം, ഇമ്മ, ല. ഈ 10 അക്ഷരങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കാണാതെ പഠിച്ചാൽ പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാനും പറ്റും. അത്ഫിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഈ ബൈത്ത് ഓർമ്മിച്ച് അത് ഓരോന്ന് എഴുതാനും കഴിയും ഇൻഷാ അല്ലാഹ്. എന്നാൽ ഈ 10 അക്ഷരത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. 1, ഇഷ്തറൈത്തു, ഞാൻ വാങ്ങിയാൽ, കലമ, പേന വാങ്ങി, വൽ ഖിർത്താസ, പേപ്പറും വാങ്ങി. അപ്പോൾ അതും ഇതും, അങ്ങനെ 2 സാധനം കൂടി കൂട്ടിയിട്ട് അതും ഇതും, ഇംഗ്ലീഷിൽ ആൻഡ് ഉപയോഗിക്കുന്ന പോലെ അതിനുള്ളതാണ് വാവ്. ഖദിമൽ ഹുജ്ജാജു, ഹാജിമാർ വന്നു, ഹജ്ജ് ചെയ്തവർ വന്നു. ഹത്തൽ മുഷാത്തു, കാൽനടക്കാർ വരെ വന്നു. അപ്പോൾ ഹത്തക്ക് വരെ എന്നൊരർത്ഥം അല്ലേ. അപ്പോൾ വരെ എന്ന് പറഞ്ഞാൽ മദ്രസ വരെ പോയി, അങ്ങനെയുള്ള വരെ എന്നല്ല. പിന്നെന്താണ് ഹത്ത, കാൽനടക്കാർ വരെ എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ബാക്കിയുള്ളവരൊക്കെ വന്നു, എല്ലാവരും, മുഴുവൻ ആളുകളും എന്ന അർത്ഥമാണ് ഇതിന് വരിക. കാരണം കാൽനടക്കാർ വരെ വന്നിട്ടുണ്ടെങ്കിൽ ബസ്സിന് പോയവർ, ഫ്ലൈറ്റിൽ പോയവർ, കപ്പലിൽ പോയവർ, വേറെ എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും അവരൊക്കെ അതിൻ്റെ മുന്നെത്തുമല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ ഉദ്ദേശം. എല്ലാവരും വന്ന് കഴിഞ്ഞു എന്ന് പറയാനാണ് ഇത് പറയാം. ഖദിമൽ ഹുജ്ജാജു, ഹാജിമാർ വന്നു, എല്ലാവരും വന്നു എന്ന് പറയാൻ വേണ്ടി പറയുന്നതാണ് ഹത്തൽ മുഷാത്തു, കാൽനടക്കാർ വരെ. ജാഅത്തിൽ ഉമ്മു, ഉമ്മ വന്നു. ബലിൽ ജദ്ദത്തു, അല്ല വല്യമ്മ വന്നു. ഇതെന്താണ് ഈ അല്ല എന്ന് പറഞ്ഞാൽ? ഉമ്മ വന്നു എന്ന് പറഞ്ഞ് തെറ്റിയതാണ്. ഉമ്മ അല്ല വന്നത്, മാറി പറഞ്ഞതാ. പെട്ടെന്ന് കണ്ടപ്പോൾ ഉമ്മയെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഉമ്മ വന്നു, പിന്നെ മനസ്സിലായത് ഉമ്മ അല്ല, അൽ ജദ്ദത്തു, വല്യമ്മ, വല്യമ്മയാണ് വന്നത്. അടുത്ത സജദൽ ഇമാമു, ഇമാമു സുജൂദ് ചെയ്തു. ഫൽ മഅ്മൂമു, ഉടനെ മഅ്മൂമും സുജൂദ് ചെയ്തു. അപ്പോൾ ഉടനെ എന്ന അർത്ഥമാണ് ഫാഇനുണ്ടാവുക. ലം യജ് ഉമറു, ഉമർ വന്നിട്ടില്ല. ലാക്കിൻ ഖാലിദുൻ, എങ്കിലും ഖാലിദ് വന്നു എന്നാണ്. അപ്പോൾ ഒരു കാര്യം ഇല്ല എന്നുള്ളത് ആദ്യം പറയും. ലം യജ് ഉമറു, ഉമർ വന്നിട്ടില്ല. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് പറയാനാണ് ലാക്കിൻ ഖാലിദുൻ, എങ്കിലും ഖാലിദ് വന്നു. അടുത്തത് തഅല്ലമൽ വലതു, ആൺകുട്ടി പഠിച്ചു. അൽ ഖുർആന, ഖുർആൻ പഠിച്ചു. സുമ്മൽ ഹദീസ, പിന്നെ ഹദീസ് പഠിച്ചു. ഖുർആൻ പഠിച്ചു, ഉടനെ പഠിച്ചു എന്നാണെങ്കിൽ ഫ ആണ്. അങ്ങനെ ഉടനെ പഠിക്കാൻ കഴിയില്ലല്ലോ ഹദീസൊക്കെ പാടെ. അപ്പോൾ പിന്നെ സമയമെടുക്കും അല്ലേ. ഇമാമ് റുക്കുയിലേക്ക് പോയി ഉടനെ മഅ്മൂം പോകുന്ന പോലെ ഉള്ളൊരു കാര്യമല്ല. അപ്പോൾ പിന്നെ എന്നുള്ള അർത്ഥത്തിന് സുമ്മ, ഉടനെ എന്നാണെങ്കിൽ ഫ. കുഞ്ഞാലിമൻ, നീ പണ്ഡിതനാവണം. ഔ മുത്തഅല്ലിമൻ, അല്ലെങ്കിൽ പഠിക്കുന്ന, മുത്തഅല്ലിമാവണം. മുത്തഅല്ലിമായാൽ ഭാവിയിൽ എന്താവും? ആലിമാവും. അപ്പോൾ അല്ലെങ്കിൽ എന്ന അർത്ഥത്തിനാണ് ഔ ഉപയോഗിക്കുന്നത്. ഹൽ വാലിദുക, നിൻ്റെ പിതാവാണോ? താജിറുൻ, കച്ചവടക്കാരനാണോ? അം സാരിയോൻ, അല്ലെങ്കിൽ കൃഷിക്കാരനാണോ? അപ്പോൾ അല്ലെങ്കിൽ എന്ന അർത്ഥത്തിലാണ് അമ്മും ഉപയോഗിക്കുന്നത്. പക്ഷെ എന്താ മാറ്റം? ഇവിടെ ചോദ്യമാണ്. ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എന്ന അർത്ഥത്തിന് അമ്മ ഉപയോഗിക്കും, അല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ എന്ന അർത്ഥത്തിന് ഔ ഉപയോഗിക്കും. ഇന്നാ ഹദൈനാഹു, തീർച്ചയായും നാം അവനെ വഴി കാണിച്ചു. അസ്സബീല, വഴി കാണിച്ചു, സന്മാർഗം കാണിച്ചു കൊടുത്തു. എന്നിട്ട് എന്തായി? ഇമ്മാ ഷാക്കിറൻ, ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനായി, ഇമ്മാ കഫൂറൻ, അല്ലെങ്കിൽ അവൻ നന്ദികേടുള്ളവനായി. അപ്പോൾ ഇവിടെ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത് എന്നുള്ളതിനാണ് ഇമ്മ എന്നുപയോഗിക്കുക. അക്കല ഫരീദുൻ, ഫരീദ് തിന്നു. ലാ ഹമീദുൻ, ഹമീദല്ല തിന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഫരീദ് തിന്നു എന്ന് ഒരു ഉള്ള കാര്യം ചെയ്തു എന്നുള്ളൊരു കാര്യം പറഞ്ഞു.
എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് പറയാം, മറ്റേ ആളത് ചെയ്തിട്ടില്ല. അക്കല ഫരീദുൻ, ഫരീദ് തിന്നു, ലാ ഹമീദുൻ, ഹമീദല്ല. ഇവിടെ ഇത് പറഞ്ഞത് ശരിയാണ്, സത്യമാണ്. ഫരീദ് തിന്നിട്ടുണ്ട്, തിന്നാത്തതാരാ? ഹമീദ് തിന്നിട്ടില്ല. ഇങ്ങനെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ വരാം. ഇവിടെ ഉമർ വന്നിട്ടില്ല, ഖാലിദ് വന്നു. അപ്പോൾ ഇവിടെ ആദ്യം ഇല്ല എന്നുള്ളൊരു കാര്യം പറയും, പിന്നെ ഉണ്ട് എന്നുള്ള കാര്യം പറയാൻ ലാക്കിൻ ഉപയോഗിക്കുകയാണ്. ഉമർ വന്നിട്ടില്ല ലാക്കിൻ, എങ്കിലും ഖാലിദ് വന്നു. ഇവിടെ ആദ്യം ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് പിന്നെയാണ് ഇല്ല എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് പറയാം. അപ്പോൾ ഉപയോഗിക്കുന്നത് ഇല്ല എന്നാണ്. അക്കല ഫരീദുൻ, ഫരീദ് തിന്നു, ലാ ഹമീദുൻ, ഹമീദല്ല, ഹമീദ് തിന്നിട്ടില്ല, ഹമീദില്ല. എന്നാൽ ഇവിടെയും അല്ല എന്നുള്ളൊരർത്ഥം വരുന്നുണ്ട്. പക്ഷേ അവിടെ എന്താ മാറ്റം? ഇത് സത്യമല്ല, ഇത് തെറ്റിയതാണ്. മനസ്സിലായോ? ഇവിടെ അക്കല ഫരീദുൻ, ഫരീദ് തിന്നിട്ടുണ്ട്, അത് സത്യമാണ്. ലമിജ് ഉമർ, ഉമർ വന്നിട്ടില്ല, അത് സത്യമാണ്. പക്ഷേ ഇവിടെ എന്താണ്? ഇത് സത്യമല്ല എന്ന് മനസ്സിലായപ്പോൾ മാറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ബൽ ഉപയോഗിക്കുക. ജാത്തിൽ ഉമ്മ വന്നു, ബൽ ജദത്തു അല്ല, വല്യമ്മയാണ് വന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കിടക്കാം. അൽ ഖുർആനു കലാമുള്ള, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ഇതിലെന്താ ചെയ്യുന്നത്? ഇവിടെ കലാമുള്ള, അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ സംസാരം. അപ്പോൾ ഈ സംസാരം എന്നത് അള്ളാഹുവിൻ്റെ എന്ന് ചേർക്കുകയാണ്. ഇങ്ങനെ ഒരു വാക്കിനെ മറ്റൊരു വാക്കിലേക്ക് ചേർക്കുന്നതാണ് ഇളാഫത്ത്. അപ്പോൾ ഇങ്ങനെ ചേർക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട നിയമങ്ങൾ ഇവിടെയാണ് പറയുന്നത്. കലിമത്താനി ഉലീഫത്തിൽ ഊല, കലിമത്താനി രണ്ട് വാക്കുകൾ. എങ്ങനത്തെ രണ്ട് വാക്കാണ്? ഉലീഫത്തിൽ ഊല മിൻഹുമ, രണ്ടിൽ നിന്ന് ഒന്നാമത്തതിനെ ചേർക്കപ്പെട്ടു, ഇലസാനിയ, രണ്ടാമത്തതിലേക്ക് ചേർക്കപ്പെട്ടു. ഉദാഹരണം കലാമുല്ലാഹി, കലാം എന്ന വാക്കിനെ അള്ളാഹുവിലേക്ക് ചേർത്തു, അള്ളാഹുവിൻ്റെ സംസാരം എന്നായി അല്ലേ. അങ്ങനെ ഒന്നാമത്തെ വാക്കിനെ രണ്ടാമത്തേതിലേക്ക് ചേർക്കപ്പെട്ട രണ്ട് വാക്കുകൾ. അപ്പോൾ ഫതുസമ്മൽ കലിമത്തുൽ ഊല, അതിൽ നിന്ന് ഒന്നാമത്തെ വാക്കിന് പറയപ്പെടും മുലാഫൻ, മുലാഫ് എന്ന് പറയപ്പെടും. അതിൽ നിന്ന് ഒന്നാമത്തെ വാക്കിന് മുലാഫ് എന്ന് പറയും. വസാനിയത്തു അഥവാ കലാമു എന്നത് മുലാഫ്, വസാനിയത്തു അതിൽ നിന്ന് രണ്ടാമത്തത് മുലാഫൻ ഇലൈഹി എന്ന് പറയും. അള്ളാഹി എന്നത് മുലാഫ് ഇലൈഹിയും. ഇതാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. അതിൻ്റെ നിയമം എന്താണ്? വൽ മുലാഫു ഇലൈഹി, മുലാഫ് ഇലൈഹി മജറൂറുൻ, മജറൂറാണ്. മജറൂർ കൂടുതലുണ്ടാവുക അവസാനത്തെ അക്ഷരത്തിന് കസർ കൊടുത്തിട്ടാണ്. അപ്പോൾ കലാമുല്ലാഹി, അവിടെ അല്ലാഹി എന്നേ പറയാൻ പറ്റുള്ളൂ. കലാമുല്ലാഹ എന്നോ കലാമുല്ലാഹു എന്നോ പറയാൻ പറ്റില്ല. കാരണം കലാമുല്ലാഹി എന്നതിൽ അള്ളാഹ് എന്ന വാക്ക് മുലാഫി ഇലൈഹി ആണ്, മുലാഫി ഇലൈഹി മജറൂറാണ് എന്നതാണ് നിയമം. മറ്റൊരു നിയമം എന്താണ്? ഇനി ആ മുലാഫിൽ കലാമു എന്ന വാക്കിന് വേണ്ട നിയമം എന്താണ്? യുഹദഫു തൻവീനു, തൻവീന് കളയപ്പെടും. വനൂനു തസ്നിയ, തസ്നിയയാണെങ്കിൽ അതിലുള്ള നൂന് കളയപ്പെടും. വൽ ജം, ഈ ജംഇൻ്റെ നൂന്, ജം ആണെങ്കിൽ അതിലെ നൂനും കളയപ്പെടും. മിമ്മാ തുലാഫു, ഇലാഫത്ത് ചെയ്യപ്പെടുന്നതിൽ നിന്ന്. ഇലാഫത്ത് ചെയ്യപ്പെടുന്നത് മിമ്മാ തുലാഫു എന്ന് പറഞ്ഞാൽ മുലാഫ്, അതാണ് മുലാഫാണ് ഇലാഫത്ത് ചെയ്യപ്പെടുന്നത്. മാ തുലാഫു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പോൾ മുലാഫിൽ നിന്ന് എന്താണ് കളയപ്പെടുക? തൻവീന് കളയപ്പെടും, തസ്നിയൻ്റെയും ജംഇൻ്റെയും നൂനും കളയപ്പെടും. കലാമുല്ലാഹി, കലാമു എന്നതിൽ തൻവീനില്ലല്ലോ അല്ലേ. അതേപോലെ ഇവിടെ പാഠഭാഗത്ത് വന്ന ഓരോന്നും നോക്കി നമുക്ക് മനസ്സിലാകും. കലാമുല്ലാഹി, ഇതിൽ അള്ളാഹി എന്ന മുലാഫിലേഹിക്ക് ജെറുണ്ട്, അവസാനം കസ്റൂത്ത് ജെറ് ചെയ്തിട്ടുണ്ട്. കലാമു എന്നതിൽ അലിഫ്ലാമോ തൻവീനോ ഇല്ല. ആഹിറുൽ കുത്തുബി, കുത്തുബി എന്നതിന് അവസാനം കസ്ർ കൊടുത്ത് ജെറ് ചെയ്തിട്ടുണ്ട്. ആഹിറു എന്നതിൽ തൻവീനില്ല എന്നല്ല, അലിഫ്ലാമും ഇല്ല. അലിഫ്ലാമ് വരുമ്പോൾ തൻവീൻ ഉണ്ടാവില്ല. അത് സാധാരണ എല്ലാ വാക്കും അങ്ങനെയാണ്. ഇവിടെ തൻവീൻ ഇല്ല എന്ന് പറഞ്ഞാൽ അലിഫ്ലാമും ഇല്ല, എന്നാലും തൻവീനില്ല. അലിഫ്ലാമും വരില്ല, തൻവീനും വരില്ല എന്നാണ് ഇതിന് മനസ്സിലാവുക. തിബിയാനു കുല്ലി ഷൈഅ്, ഇവിടെതാ എല്ലാ കാര്യങ്ങളുടെയും വിവരണം. ഇവിടെ എല്ലാത്തിൻ്റെയും വിവരണം എന്നാണ് ഈ തിബിയാനു കുല്ല്. കുല്ലെല്ലാം, തിബിയാന് വിവരണം. അപ്പോൾ എല്ലാത്തിൻ്റെയും വിവരണം. തിബിയാൻ എന്നതിനെ കുല്ലിലേക്ക് ഇലാഫത്ത് ചെയ്തു. അപ്പോൾ കുല്ല് എന്നുള്ള മുലാഫിയിലേഹിയാണ്, അതുകൊണ്ട് അതിന് കസർ കൊടുത്ത് ചെറു ചെയ്തു. തിബിയാനു എന്നതിൽ അലിഫ്ലാമോ തൻവീനോ ഇല്ല. കുല്ലി ഷെയ്, എല്ലാ കാര്യങ്ങൾ. ഷെയ് എന്നത് മുലാഫിലേഹിയാണ്, അതുകൊണ്ട് അതിന് അവസാനം കസർ കൊടുത്ത് ചെറു ചെയ്തു. അതിൽ തൻവീനുണ്ട്, മുലാഫിലേഹിയാണ് തൻവീൻ ഉണ്ടാവുക. എന്നാൽ കുല്ല് എന്നുള്ള മുലാഫ ആയതുകൊണ്ട് അതിൽ തൻവീനില്ല. ഇവിടെ രണ്ട് ഇലാഫത്ത് കിടക്കുന്നുണ്ട്. തിബിയാനു കുല്ലി എന്നുള്ളത് ഒരു ഇലാഫത്തുണ്ട്, കുല്ലി ഷെയ് എന്നുള്ളൊരു ഇലാഫത്തുണ്ട്. അപ്പോൾ തിബിയാൻ എന്നുള്ള മുലാഫ ആയതുകൊണ്ട് അലിഫ്ലാമും തൻവീനില്ല. കുല്ലി എന്നുള്ളത് തിബിയാനിൻ്റെ മുലാഫി ഇലേഹിയാണ്, അതുപോലെ കുല്ലി ഷെയ് എന്നതിലെ മുലാഫുമാണ്. അതുകൊണ്ട് ഇതിൽ അലിഫ്ലാമും തൻവീനും ഇല്ല, മുലാഫിലേഹി ആയതുകൊണ്ട് കസർ കൊടുത്ത് ജെറും ചെയ്തിട്ടുണ്ട്. രണ്ട് നിയമവും ഇതിൽ വരികയാണ്. ഷെയ്ഇൻ എന്നത് കുല്ലി ഷെയ്ഇൻ എന്നതിലെ മുലാഫി ഇലേഹി ആയതുകൊണ്ട് കസർ കൊടുത്ത് ജെറ് ചെയ്തു. ഈ രീതിയിൽ ഈ പാഠത്തെ മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. എന്നാൽ നമുക്ക് അടുത്ത പാഠത്തിലേക്ക് നോക്കാം. ഷഹുറുൻ മുബാറക്കുൻ, ബറക്കത്താക്കപ്പെട്ട മാസം. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ജംഅ് മുദക്കർ സാലിം, ജംഅ് മുഅന്നസ് സാലിം എന്നിവയാണ്. എന്താണ് ജംഅ് മുദക്കർ സാലിം എന്ന് ഇവിടെയാണ് പറയുന്നത്. ജംഉൽ മുദക്കരി സാലിം, മാ ഒന്നാകുന്നു, ദല്ല അത് അറിയിച്ചു, അല അക്സറ മിൻ ഇസ്നൈൻ, രണ്ടിനേക്കാൾ കൂടുതലുള്ളതിൻ്റെ മേൽ അറിയിച്ചു. അതിന് പറയുന്ന പേരാണ് ജംഅ് അല്ലേ. മുഫ്രദ് പറഞ്ഞാൽ ഒന്ന്, മുസന്ന പറഞ്ഞാൽ രണ്ട്, ജംഅ് പറഞ്ഞാൽ രണ്ടിൽ കൂടുതലുള്ളത്. അപ്പോൾ മാ ദല്ല അല അക്സറ മിൻ ഇസ്നൈനി, രണ്ടിൽ കൂടുതൽ എണ്ണത്തിൻ്റെ മേൽ അറിയിച്ചു പറഞ്ഞാൽ ജംഅ് ആണ്. ഏതോടുകൂടി? മാ സലാമത്തി, രക്ഷപ്പെടലോടുകൂടി, ബിനാ ഇ മുഫ്രദിഹി, അതിൻ്റെ മുഫ്രദിൻ്റെ രൂപം
രക്ഷപ്പെടലോടുകൂടി അറിയിച്ചു. അതിനാണ് സാലിം എന്ന് പറയാം. മുഫ്രദിൻ്റെ അക്ഷരങ്ങൾ ജം ആവുമ്പോഴും അതേപോലെ ഉണ്ടാകും, അതിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. അതാണ് ജമ്മു മുദക്കർ സാലിം. ഉദാഹരണത്തിന് അവിടെ മുസ്ലിം എന്നത് മുസ്ലിമൂന എന്നായി. അപ്പോൾ ഇതിലിതാ ഈ മുസ്ലിം എന്ന വാക്ക് ഒരു മാറ്റം ഇല്ലാതെ അതുപോലെ ഉണ്ടാവും അല്ലേ. സ്വാഇം നോമ്പുകാരൻ, അതിൻ്റെ ജമ്മു മുദക്കർ സാലിം സ്വാഇമൂന. ആ സ്വാഇം എന്ന വാക്ക് അതേപോലെ ഉണ്ട്. സായിലീന, സായിൽ ചോദിക്കുന്നവൻ, സായിലീന ചോദിക്കുന്നവർ, സായിൽ എന്ന വാക്ക് അതേപോലെ ഉണ്ട്, ഇനി മാറ്റമൊന്നും ഉണ്ടായില്ല. അതാണ് പറഞ്ഞത് മാദല്ല അല അക്സറ മിനിസ്നേനി, രണ്ടിൽ കൂടുതൽ എണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നു. മാ സലാമി ബിനാ ഇ മുഫ്രദിഹി, അതിൻ്റെ മുഫ്രദിൻ്റെ രൂപം രക്ഷപ്പെടലോടുകൂടി. രക്ഷപ്പെടാൻ വ്യത്യസ്തത വരുന്നതിൽ നിന്ന് രക്ഷപ്പെടുക, മാറ്റൊന്നും വരാതെ രക്ഷപ്പെടുക. ഇനി എന്താണ് അതിലെ നിയമം? യുർഫാവു ബിൽ വാവി, ജമ്മു മുദക്കർ സാലിമിൽ വാവ് കൊണ്ട് റഫ് ചെയ്യപ്പെടും. നമ്മളിതുവരെ കണ്ടതും പഠിച്ചതും ലമ്മു കൊണ്ടല്ലേ ഇനി റഫ്, ഇവിടെ വാവ് കൊണ്ട് റഫ് ചെയ്യപ്പെടും. വയുൻസബു വയുജറു, നസ്ബും ജറും ചെയ്യപ്പെടും. ബിൽ യാ, ഈ യാ കൊണ്ട് നസ്ബും ജറും ചെയ്യപ്പെടും. എങ്ങനത്തെ യാ ആണ്? അൽ മക്സൂരി മാ ഖബലഹ, അതിന് മുമ്പ് കസിറുള്ളത് യാ. ഇതാ ഇവിടെ സ്വാലിഹീന, ഇവിടെ യാ കൊണ്ടാണ് ജറും നസ്ബും ചെയ്യുന്നത്. എങ്ങനത്തെ യാ ആണ്? അതിന് മുമ്പ് കസിർ വന്നിട്ടുണ്ട്, അങ്ങനെ വരണം. മുമ്പുള്ളതിന് കസിർ ചെയ്യപ്പെട്ടതായ യാ കൊണ്ട് ജറും നസ്ബും ചെയ്യപ്പെടും, വാവ് കൊണ്ട് റഫും ചെയ്യപ്പെടും. അതാണ് അതിൻ്റെ നിയമം. അൽ മുസ്ലിമൂന എന്ന് പറയുമ്പോൾ അത് റഫ് ആണ്. അപ്പോൾ ജാ വന്നു, അൽ മുസ്ലിമൂന, മുസ്ലിംകൾ വന്നു. ജാ എന്നുള്ള ഫിയലിൻ്റെ ഫായിലാണ് അൽ മുസ്ലിമൂന. ഫായിലാവുമ്പോൾ മർഫു ആണല്ലോ, അപ്പം മർഫു ആവുമ്പോൾ വാവ് കൊണ്ടാണ് റഫ്, അതുകൊണ്ട് അൽ മുസ്ലിമൂന എന്ന് ഉപയോഗിക്കണം. എന്നാൽ റഅയ്തു, ഞാൻ കണ്ടു, അൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളെ കണ്ടു. അപ്പോൾ റഅയ്തു എന്നതിൻ്റെ മഫ്ഊല് ബിഹിയാണ്. ആരെ കണ്ടത്? എന്തിനെ കണ്ടത്? മുസ്ലിമീങ്ങളെ കണ്ടത് അല്ലേ. മഫ്ഊല് ബിഹിയാണ്, അതുകൊണ്ട് മൻസൂബാ വേണ്ടി അല്ലേ. മൻസൂബ് എങ്ങനെയാണ്? വയുൻസബു ബിൽ യാ ഇൽ മക്സൂർ അല്ലേ, യാ കൊണ്ടാണ് നസ്ബ് ചെയ്യപ്പെടുക. അപ്പോൾ അൽ മുസ്ലിമൂന എന്നുള്ളത് മാറിയിട്ട് അൽ മുസ്ലിമീന എന്നായി മാറും. അവിടെ യാ കൊണ്ട് നസ്ബ് ചെയ്യപ്പെടും, മുസ്ലിമീന എന്നാവും. അതുപോലെ ജറ് വന്നാലും യാ കൊണ്ടാണ്. മറർത്തു, ഞാൻ നടന്നു പോയി, ബിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ അടുത്തുകൂടെ നടന്നുപോയി. ബി വന്നാൽ ബി ജറിൻ്റെ അക്ഷരമാണല്ലോ, അവിടെ മജറൂറല്ലേ, അപ്പോൾ മുസ്ലിമീന എന്നായി. ഓക്കെ. അതുപോലെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു മുലാഫ് മുലാഫിലേഹി, മുലാഫിലേഹി മജറൂറാണെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ മുസ്ലിമീങ്ങളുടെ കിതാബ് എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം? കിതാബുകൾ എന്നാവുമ്പോൾ കുത്തുബ്, കുത്തുബുൽ മുസ്ലിമീന എന്ന് പറയാം. മുസ്ലിമീങ്ങളുടെ കിതാബുകൾ, മുസ്ലിമീന എന്ന് മജറൂറാക്കി പറയണം. എന്നാൽ ഇൻഷാ അല്ലാഹ് അടുത്തത് ജംഉ മുഅന്നസ് സാലിമാണ്. എന്താണ് ജംഉ മുഅന്നസ് സാലിം? ജംഉൽ മുഅന്നസി സാലിമു, ജംഉ മുഅന്നസ് സാലിം എന്നാൽ മാ ഒന്നാകുന്നു, ജുമിയ ബി അലിഫിൻ വ താഇൻ, അലിഫ് കൊണ്ടും താവ് കൊണ്ടും ജം ആക്കപ്പെട്ട ഒന്നാണ് ജംഉ മുഅന്നസ് സാലിം. എങ്ങനത്തെ അലിഫും താവുമാണ്? മസീദത്തൈനി അല മുഫ്രദിഹി, അതിൻ്റെ മുഫ്രദിനേക്കാൾ അധികരിക്കപ്പെട്ട, എക്സ്ട്രാ ആഡ് ചെയ്തതായ അലിഫും താവുമാണ്. അപ്പോൾ സായിദയായ, അധികരിക്കപ്പെട്ടതായ, മസീദത്തൈനിയായ അലിഫും താവും കൊണ്ട് ജം ആക്കപ്പെട്ട ഒന്നാണ് എന്ത്? ജംഉ മുഅന്നസ് സാലിം. ഓക്കെ. മാ ജുമിയ ബി അലിഫിൻ വ താഇൻ മസീദത്തൈനി അല മുഫ്രദിഹി, അതാണ് ജംഉ മുഅന്നസ് സാലിം. ഉദാഹരണം അൽ മുസ്ലിമാത്തു, മുസ്ലിമത്തുൻ എന്നുണ്ടാവുക, മുസ്ലിമത്തുൻ, അതിലേക്ക് കണ്ട ഒരു അലിഫും താവോടെ കൂട്ടിയപ്പോൾ മുസ്ലിമാത്ത് എന്നായി. അപ്പോൾ അത് മുസ്ലിംകൾ, മുസ്ലിം സ്ത്രീകൾ, ജംഉ മുഅന്നസ് സാലിമായി. സ്വാഇമത്ത്, നോമ്പ് നോൽക്കുന്നവൾ, അതിലേക്ക് ഒരു അലിഫും താവും കൂട്ടിയിട്ട് സ്വാഇമാത്ത്, നോമ്പ് നോൽക്കുന്ന സ്ത്രീകൾ. ഇങ്ങനെ അലിഫും താവും കൂട്ടി ജം ആക്കുന്നതാണ് ജംഉ മുഅന്നസ് സാലിം. ജംഉ മുഅന്നസ് സാലിമിലെ നിയമം എന്താണ്? അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നമ്മൾ നിയമങ്ങളാണ് പാഠത്തിൽ പഠിക്കുന്നത്. യുർഫഉ ബിൽ ലമ്മത്തി, ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്യപ്പെടും. അത് നോർമൽ അല്ലേ, നമ്മൾ ലമ്മത്ത് കൊണ്ടാണല്ലോ റഫ് ഉണ്ടാവുക. അവസാനത്തെ അക്ഷരത്തിന് ലമ്മ കൊടുത്തിട്ട് സാധാരണ പോലെ തന്നെയാണ് അപ്പോൾ റഫ് ഉണ്ടാവുക, മറ്റുള്ള സാധാ വാക്കുകളെ പോലെ. എന്നാൽ മാറ്റം എവിടെയാണ്? വയുൻസബു, നസ്ബ് ചെയ്യപ്പെടും. വയുജറു, ജറും ചെയ്യപ്പെടും. ബിൽ കസ്റത്തി, കസ്റത്ത് കൊണ്ട്. ജറ് കസ്റത്ത് കൊണ്ട് സാധാരണ തന്നെയാണ് അല്ലേ, പക്ഷേ നസ്ബ് ഉണ്ടാവല് സാധാരണ ഫത്ഹ് കൊണ്ടല്ലേ, എന്നാൽ ഇവിടെ കസർ കൊണ്ടാണ്. അതാണ് മാറ്റം. ഉദാഹരണം അൽ മുസ്ലിമാത്തു, മുസ്ലിം സ്ത്രീകൾ. ജാഅത്ത്, വന്നു. അൽ മുസ്ലിമാത്തു എന്നത് മുഅന്നസ് ആയതുകൊണ്ട് ജാ പറ്റില്ല, ജാഅത്ത് ആക്കണം, മുഅന്നസ് ആക്കണം. ജാഅത്ത് വന്നു, അൽ മുസ്ലിമാത്തു, മുസ്ലിം സ്ത്രീകൾ വന്നു. അവിടെ അവസാനം ലമ്മ് കൊടുത്തുകൊണ്ട് മർഫുവാക്കുക, യുർഫഉ ബിൽ ലമ്മത്ത്, സാധാ പോലെ. എന്നാൽ റഅയ്തു, ഞാൻ കണ്ടു, അൽ മുസ്ലിമാത്തി എന്നാ പറയാം, അല്ലാതെ മുസ്ലിമാത്ത എന്നല്ല. റഅയ്തുൽ വലദ, ആൺകുട്ടിയെ കണ്ടു. അവിടെ എന്തായിരുന്നു? അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ് കൊടുത്ത് നസ്ബായിരുന്നു. എന്നാൽ ജംഉ മുഅന്നസ് സാലിമായ അൽ മുസ്ലിമാത്ത് എന്ന വാക്കിൽ അൽ മുസ്ലിമാത്ത എന്നൊരു പ്രയോഗം തീരെയില്ല. നസ്ബ് വരുന്നത് അൽ മുസ്ലിമാത്തി, അവസാനത്തെ അക്ഷരത്തിന് കസ്ർ കൊടുത്തിട്ടാണ്. ഇനി ജറ് ചെയ്യുന്നതും അവസാനത്തെ അക്ഷരത്തിന് കസ്ർ കൊടുത്തിട്ട് തന്നെയാണ്. മറർത്തു, ഞാൻ നടന്നു പോയി, ബിൽ മുസ്ലിമാത്തി എന്നാണ് വരിക.
ബ എന്ന ജറിൻ്റെ അക്ഷരം വരുമ്പോൾ അവസാനത്തിന് കസർ കൊടുത്തിട്ട് വയുജറു ബിൽ കസിറത്തി മറർത്തു ബിൽ മുസ്ലിമാത്തി, മുസ്ലിം സ്ത്രീകളുടെ അടുത്തുകൂടെ ഞാൻ നടന്നുപോയി. ഇനി കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതുപോലെ അവിടെ ഇലാഫത്ത് ചെയ്യുകയാണെങ്കിലോ മുസ്ലിം സ്ത്രീകളുടെ കിതാബുകൾ, കുത്തുബ് കിതാബുകൾ, കുത്തുബുൽ മുസ്ലിമാത്തി എന്ന് പറയും അല്ലേ, മുസ്ലിം സ്ത്രീകളുടെ കിതാബുകൾ. കുത്തുബുൽ മുസ്ലിമാത്തി പറയുമ്പോൾ കുത്തുബ് മുലാഫ്, മുസ്ലിമാത്തി മുലാഫിലേഹി, അപ്പോൾ അവിടെ മുലാഫിലേഹി മജറൂറാണല്ലോ, അപ്പോൾ കസർ കൊണ്ട് ചെർ ചെയ്യുക കുത്തുബുൽ മുസ്ലിമാത്തി. ജംഉ മുദക്കർ സാലിമിൽ വാവ് കൊണ്ട് റഫ്, യാ കൊണ്ട് നസ്ബും ജറും. ജംഉ മുഅന്നസ് സാലിമിൽ ലമ്മ് കൊണ്ട് റഫ്, കസർ കൊണ്ട് നസ്ബും ജറും. ഇതാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. പിന്നെ ജംഉ മുദക്കർ സാലിമും ജംഉ മുഅന്നസ് സാലിമും സൊർഫാക്കി പഠിക്കുക. മുസ്ലിമുൻ മുസ്ലിമൂന, മുഅല്ലിമുൻ മുഅല്ലിമൂന, സാജിദുൻ സാജിദൂന, സ്വായിമുൻ സ്വായിമൂന, മുഷ്രിഖുൻ മുഷ്രിഖൂന, ഇങ്ങനെ ഓരോന്നും പഠിക്കുക. അതിൻ്റെ നേരെ മുഅന്നസ് ആവുമ്പോൾ മുസ്ലിമു മുസ്ലിമത്തായി ജംഉ മുസ്ലിമാത്ത്, മുഅല്ലിമത്തുൻ മുഅല്ലിമാത്തുൻ, സാജിദത്തുൻ സാജിദാത്തുൻ, സ്വായിമത്തുൻ സ്വായിമാത്തുൻ, മുഷ്രിഖത്തുൻ മുഷ്രിഖാത്തുൻ. ഈ ഒരു കള്ളി പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ ഈ പാഠത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. നഫ്ഹമുൽ ഫർഖ, നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാം. ഇവിടെ സാദാ ഒരു ഇസ്മ എങ്ങനെയാണ് അഥവാ മുഫ്രദ് അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഭാഗത്തുള്ളത്. അത് മുസന്നയാവുമ്പോൾ രണ്ടാളുകൾ എന്ന അർത്ഥത്തിലേക്ക് മാറുമ്പോൾ അവിടെയും നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പഠിച്ച ജംഉ മുദക്കർ സാലിമും ജംഉ മുഅന്നസ് സാലിമും ആവുമ്പോൾ എങ്ങനെയാണ്, ഇതാണ് ഇവിടെ മൂന്നാമത്തെ ഭാഗത്ത് പറയുന്നത്. ജാഅ ത്വാലിബു, വിദ്യാർത്ഥി വന്നു, അവിടെ അവസാനം ലമ്മു കൊണ്ട് റഫ്. റഅയ്തു ത്വാലിബ, ഞാൻ വിദ്യാർത്ഥിയെ കണ്ടു. റഅയ്തു ഞാൻ കണ്ടു, ത്വാലിബ വിദ്യാർത്ഥിയെ, മഫൂലി ബിഹിയാണ്, മൻസൂബാണ്, അവസാനം ഫത്തഹ് കൊടുത്തിട്ട് സല്ലംതു അല ത്വാലിബി, ഞാൻ വിദ്യാർത്ഥിയുടെ മേൽ സലാം പറഞ്ഞു. അവിടെ അല വന്നതുകൊണ്ട് ത്വാലിബി മജറൂറാണ്, അവസാനം കസിർ കൊടുത്തിട്ട് ജർ ചെയ്തു. അതേപോലെ ഇനി സ്ത്രീകളാവുമ്പോഴതാണ് ജാഅത്തി ത്വാലിബത്തു, വിദ്യാർത്ഥിനി വന്നു, അതിലും അങ്ങനെ തന്നെയാണ്, അവസാനം ലമ്മ് കൊടുത്ത് റഫ് ചെയ്തു, ജാഅത്തിൻ്റെ ഫായിലാണ്. റഅയ്തു ത്വാലിബത്ത, വിദ്യാർത്ഥിനിയെ ഞാൻ കണ്ടു. റഅയ്തു എന്നതിൻ്റെ മഫൂല് ബിഹിയാണ്, അവസാനം ഫത്തഹ് കൊടുത്ത് നസ്ബ് ചെയ്തു. സല്ലംതു, ഞാൻ സലാം പറഞ്ഞു, അല ത്വാലിബത്തി, വിദ്യാർത്ഥിനിയുടെ മേൽ. അല എന്നതിൻ്റെ മജറൂറാണ് ത്വാലിബത്തി, അപ്പോൾ അവസാനം കസിർ കൊടുത്ത് ജർ ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ലമ്മ് കൊണ്ട് റഫ്, ഫത്തഹ് കൊണ്ട് നസ്ബ്, കസർ കൊണ്ട് ജർ, ഈ രീതിയിലാണ് ഈ വഹ്ദാനായ മുഫ്രദായ ഇതിലൊക്കെ വരുന്നത്. എന്നാൽ ഇവിടെ മുസന്നയാവുമ്പോൾ തസ്നിയ ആകുമ്പോൾ അതിൽ മാറ്റമുണ്ട്. ജാഅ ത്വാലിബാനി, രണ്ട് വിദ്യാർത്ഥികൾ വന്നു. രണ്ടാളാവുമ്പോൾ ത്വാലിബ് എന്നത് ത്വാലിബാനി എന്നായില്ലേ. ത്വാലിബാനി എന്ന് പറയുമ്പോൾ അവിടെ അലിഫ് കൊണ്ടാണ് റഫ്, നസ്ബും ജറും യാ കൊണ്ടാണ്, ത്വാലിബൈനി എന്നായി മാറും എന്ന് മനസ്സിലാക്കുക. ഇവിടെ മുദക്കർ ആയാലും മുഅന്നസ് ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ത്വാലിബത്താനി അലിഫ് കൊണ്ടാണ് റഫ്, ത്വാലിബത്തൈനി എന്ന് പറയുമ്പോൾ യാ കൊണ്ടാണ് നസ്ബും ജറും വരുന്നത്. ജാഅ ത്വാലിബാനി, രണ്ട് വിദ്യാർത്ഥികൾ വന്നു, ഇവിടെ ജാഅൻ്റെ ഫായിലാണ്, അതുകൊണ്ട് അലിഫ് കൊണ്ട് റഫ് ചെയ്ത് പറഞ്ഞു. റഅയ്തു, ഞാൻ കണ്ടു, ത്വാലിബൈനി, രണ്ട് വിദ്യാർത്ഥികളെ ഞാൻ കണ്ടു. അവിടെ റഅയ്തു എന്നതിൻ്റെ മഫൂല് ബിഹി ആയതുകൊണ്ട് യാ കൊണ്ട് നസ്ബ് ചെയ്തിട്ടാണ് പറയുന്നത്. സല്ലംതു അല ത്വാലിബൈനി, അല വന്നതുകൊണ്ട് യാ കൊണ്ട് ജർ ചെയ്തിട്ടാണ് പറയുന്നത്. ജാഅത്തി ത്വാലിബത്താനി, രണ്ട് വിദ്യാർത്ഥിനികൾ വന്നു. ത്വാലിബാനി വിദ്യാർത്ഥികൾ, ത്വാലിബത്താനി വിദ്യാർത്ഥിനികൾ സ്ത്രീകളായി. ഇവിടെ ജാഅത്തിൻ്റെ ഫായിലായതുകൊണ്ട് അവിടെ അലിഫാണ്. റഅയ്തു ത്വാലിബത്തൈനി, രണ്ട് വിദ്യാർത്ഥിനികളെ ഞാൻ കണ്ടു. സല്ലംതു അല ത്വാലിബത്തൈനി, രണ്ട് വിദ്യാർത്ഥിനികളുടെ മേൽ ഞാൻ സലാം പറഞ്ഞു. ഇവിടൊക്കെ യാ കൊണ്ട് ഇവിടെ നസ്ബും യാ കൊണ്ട് ജറുമാണ് ഉപയോഗിച്ചത്. എന്നാൽ ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ പാഠത്തിൽ പഠിച്ച കാര്യത്തിലേക്ക് വരികയാണ്. ജാഅ ത്വാലിബൂന, വിദ്യാർത്ഥികൾ വന്നു, ജംഉ മുദക്കർ സാലിമാണ്. ത്വാലിബ് എന്നതിൻ്റെ ജംഉ മുദക്കർ സാലിമാണ് ത്വാലിബൂന. അവിടെ വാവ് കൊണ്ടാണ് റഫ്. തസ്നിയയിൽ അലിഫ് കൊണ്ട് റഫ്, ജംഉ മുദക്കർ സാലിമിൽ വാവ് കൊണ്ട് റഫ്. ഇങ്ങനെയാണ്. നളർത്തു ഇല ത്വാലിബീന, വിദ്യാർത്ഥികളെ ഞാൻ നോക്കി, വിദ്യാർത്ഥികളിലേക്ക് ഞാൻ നോക്കി. അവിടെ നളറ എന്ന ഫിയൽ ഇലക്ക് ശേഷമായിട്ടാണ് അതിൻ്റെ മഫൂല് വരിക, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇവിടെ യാ കൊണ്ടാണ് ആ മഫൂലിനുള്ള നസ്ബ്. സല്ലംതു അല ത്വാലിബീന, വിദ്യാർത്ഥികളുടെ മേൽ ഞാൻ സലാം പറഞ്ഞു. അപ്പോൾ അലൻ്റെ ജറിൻ്റെ അക്ഷരത്തിന് ശേഷമാണ്, അപ്പോൾ യാ കൊണ്ടാണ് അവിടെ ജർ ചെയ്തത്. ജാഅത്തി ത്വാലിബാത്തു, വിദ്യാർത്ഥിനികൾ വന്നു. ജാഅത്തിൻ്റെ ഫായിലാണ്, അലിഫ് കൊണ്ട് റഫ്. നമുക്കറിയാം ജംഉ മുഅന്നസ് സാലിം അലിഫ് കൊണ്ട് റഫും കസിർ കൊണ്ട് നസ്ബും ജറുമാണ് അല്ലേ. നളർത്തു ഇല ത്വാലിബാത്തി, ഇവിടെ കസിർ കൊണ്ടാണ് നസ്ബ് ചെയ്തിട്ടുള്ളത്. സല്ലംതു അല ത്വാലിബാത്തി, ഇവിടെ കസിർ കൊണ്ടാണ് അലക്ക് ശേഷം അവിടെ ജർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പാഠത്തിൽ ജംഉ മുദക്കർ സാലിം ജംഉ മുഅന്നസ് സാലിം എന്താണ് എന്ന് പഠിക്കുക. ജംഉ മുദക്കർ സാലിമിലെ റഫ് നസ്ബ് ജർ എങ്ങനെയാണ്, ജംഉ മുഅന്നസ് സാലിമിലെ നസ്ബ് റഫ് ജർ എങ്ങനെയാണ്, അതുപോലെ തസ്നിയയിലെ അഥവാ മുസന്നയിലെ രണ്ടാളുകൾ ഉണ്ടാകുമ്പോഴുള്ള രൂപം അത് മുദക്കർ മുഅന്നസ് മാറ്റില്ല, അതിൽ മൊത്തത്തിൽ റഫ് എങ്ങനെയാണ്, നസ്ബ് ജർ എങ്ങനെയാണ് എന്ന് പഠിക്കുക ഇൻഷാ അല്ലാഹ്. എന്നാൽ നമുക്ക് അടുത്ത പാഠത്തിലേക്ക് നോക്കാം. ജസാക്കല്ലാഹു ഖൈറ. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ലമീറുകളാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പാഠമാണ്. ഇതിൽ രണ്ടാമത്തെ പേജിൽ ഈ ഒരു കള്ളിയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ലമീറുകൾ 14 ലമീറുകളാണ് അറബി ഭാഷയിലുള്ളത്.
അതിൽ 6 ഗായിബായ ലമീറും 6 ഹാദിറായ ലമീറും 2 മുത്തകല്ലിമുമാണ്. ഇവിടെയുള്ള ഈ ഫസ്റ്റുള്ള ഈ 6 ഗായിബായ ലമീർ, ഈ 6 ഹാദിറിൻ്റെ ലമീറാണ്, ഈ 2 മുത്തകല്ലിമിൻ്റെ ലമീറാണ്. എന്താണ് മുത്തകല്ലിമ് എന്നത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അന നഹ്നു, ഞാൻ ഞങ്ങൾ എന്നതാണ്. അഥവാ സംസാരിക്കുന്ന ആളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മുത്തകല്ലിമ്. ഞാൻ നിൽക്കുന്നവനാണ്, ഞാൻ ഇരിക്കുന്നവനാണ്, ഞാൻ അടിച്ചു, ഞാൻ എഴുതി എന്നൊക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ, അങ്ങനെ സംസാരിക്കുന്ന ആളെക്കുറിച്ച് തന്നെയാണെങ്കിൽ അത് മുത്തകല്ലിമ്. ഞാനൊരു കുട്ടിയോട് സംസാരിക്കുകയാണ്, ഞാൻ എഴുതി. എന്നാൽ ഞാൻ ആ കുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്, നീ എഴുതി, നിങ്ങൾ എഴുതി എന്നൊക്കെ, ഞാൻ ആരോടാണോ സംസാരിക്കുന്നത് അവരെക്കുറിച്ചാണ് സംസാരം എന്നുണ്ടെങ്കിൽ അവിടെ ഹാദിറാണ്. അതാണ് ഈ ലമീറുകൾ. പറയുന്ന എന്നെ കുറിച്ചുമല്ല, ഞാൻ ആരോടാണോ പറയുന്നത് അവരെക്കുറിച്ചുമല്ല, മറ്റൊരാളെ കുറിച്ചാണ് ഞാൻ അവനോട് പറയുന്നത്. അവൻ, അവൾ, അവർ എന്നൊക്കെ രീതിയിൽ പറയുമ്പോൾ അതാണ് ഗായിബിൻ്റെ ലമീർ. ഹുവ അവൻ, ഒരു പുരുഷനാവുമ്പോഴാണ് ഹുവ ഉപയോഗിക്കുക. ഹിയ എന്ന് പറഞ്ഞാൽ അവൾ, ഒരു സ്ത്രീ ആവുമ്പോൾ. ഹുമ എന്നത് അവർ 2 പുരുഷന്മാർ, അവർ 2 സ്ത്രീകൾ, രണ്ടിനും ഹുമയാണ്. ഹും എന്ന് പറഞ്ഞാൽ അവർ പല പുരുഷന്മാർ, കുറേ ആണുങ്ങളാണ് അവർ. ഹുന്ന അവർ പല സ്ത്രീകൾ, അങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അവൻ, അവൾ, അവർ എന്ന അർത്ഥമാണ് ഗായിബിനുണ്ടാവുക. അത് ഒരാളാവുമ്പോൾ ഹുവ ഹിയ, 2 ആളാവുമ്പോൾ ഹുമ, 2ൽ കൂടുതലാവുമ്പോൾ ഹും ഹുന്ന. പുരുഷനാവുമ്പോൾ ഹുവ ഹുമാഹും, സ്ത്രീയാവുമ്പോൾ ഹിയ ഹുമാഹുന്ന. അതേപോലെ അന്ത, നീ, നിങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഹാദിർ വരിക. അന്ത എന്ന് വരുമ്പോൾ നീ ഒരു പുരുഷൻ, അന്തി നീ ഒരു സ്ത്രീ. അന്തുമ എന്നത് നിങ്ങൾ 2 പുരുഷന്മാർ അല്ലെങ്കിൽ നിങ്ങൾ 2 സ്ത്രീകൾ. അന്തും നിങ്ങൾ പല പുരുഷന്മാർ, അന്തുന്ന നിങ്ങൾ പല സ്ത്രീകൾ. അന ഞാൻ, പുരുഷനും സ്ത്രീയൊക്കെ അന എന്ന് തന്നെയാണ്. നഹ്നു എന്നത് ഞങ്ങൾ, അത് 2 ആളായാലും 3 ആളായാലും ഒക്കെ ഞങ്ങൾ എന്നാണ്. പുരുഷനായാലും സ്ത്രീ ആയാലും എല്ലാം നഹ്നു എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. ഇതാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഈ ലമീറുകളൊക്കെ മുൻഫസിലായ ലമീറുകളാണ്. എന്താണ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉള്ള അതിൻ്റെ രൂപമാണ് ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അന്ത അന്തുമ അന്തും, അന്തി അന്തുമ അന്തുന്ന, അന നഹ്നു എന്നുള്ളത്. അത് മറ്റൊരു വാക്കിൻ്റെ കൂടെ ചേരുമ്പോൾ അതായിത്തീരുന്ന രൂപങ്ങളാണ് ഇവിടെ കൊടുത്തത്. ഇവിടെ 3 കള്ളി കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 1 കലമ് എന്നതൊരു ഇസ്മാണ് അല്ലേ, പേന. അപ്പോൾ ഒരു ഇസ്മിൻ്റെ കൂടെ ചേരുമ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലാവാൻ ഇവിടെ കൊടുത്തു. ഇവിടെ ഉള്ളത് ലഹു, ലഹ. ഇവിടെ ല എന്നുള്ളത് ലാമ്, നമുക്കറിയാം ലാമ് എന്നുള്ളത് അതൊരു ജറിൻ്റെ അക്ഷരമാണ്. അങ്ങനെ ഹർഫിൻ്റെ കൂടെ ചേരുമ്പോൾ എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളി കൊടുത്തിട്ടുള്ളത്. ലറബ എന്നുള്ളതൊരു ഫിയലാണ് അല്ലേ, ആ ഫിയലിന് ശേഷം വരുമ്പോൾ അതിൻ്റെ മഫൂലായിട്ടൊക്കെ വരുമ്പോൾ എങ്ങനെയെന്നുള്ളത് അറിയാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ മുത്തസിലായ ലമീർ എന്ന് പറയും വേറൊന്നിൻ്റെ കൂടെ ചേരുമ്പോൾ. അതെങ്ങനെയാണെന്നുള്ളത് ഇത് ഓരോന്നും വായിച്ച് പഠിക്കുക. കലമുഹു എന്ന് പറയുമ്പോൾ ഹുവൻ്റെ അർത്ഥമാണ് ഈ ഹൂവിന് വരിക. കലമുഹ എന്നുള്ളത് ഹിയൻ്റെ അർത്ഥം, അങ്ങനെ ഓരോന്നും. അതേപോലെ ലഹു എന്നുള്ളത് അവനിക്ക്, ലഹ അവൾക്ക്. കലമുഹു പറഞ്ഞാൽ അവൻ്റെ പേന, കലമുഹ അവളുടെ പേന, അങ്ങനെ ഓരോന്നും. കലമി എൻ്റെ പേന, ഇങ്ങനെ മാറും. ലക്ക നിനക്ക്, ലക്കി നിനക്ക് എന്ന് സ്ത്രീയോട്, ലി എനിക്ക്, ഇതുപോലെ വരും. ലറബഹു അവനെ അടിച്ചു, ലറബഹ അവളെ അടിച്ചു. അതേപോലെ ലറബനി എന്നെ അടിച്ചു, ലറബകുന്ന നിങ്ങൾ കുറേ സ്ത്രീകളെ അടിച്ചു, ലറബന ഞങ്ങളെ അടിച്ചു, ലറബഹുന്ന അവർ പല സ്ത്രീകളെ അടിച്ചു, ലറബഹും അവർ പല പുരുഷന്മാരെ അടിച്ചു. ഇങ്ങനെ അതിൻ്റെ അർത്ഥം മാറും. ഇത് ഓരോന്നും മുത്തസിലായ ലമീർ എങ്ങനെയാണ് മുൻഫസിലാവുമ്പോൾ അതിൻ്റെ രൂപം എങ്ങനെയാണ് മാറുന്നത് എന്ന് പഠിക്കുക എന്നതാണ് ഈ പാഠത്തിൽ ഇൻഷാ അല്ലാഹ്. എന്നാൽ അറക്കൊല്ല പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും.